ദൈവത്തിന്റെ നാമത്തിന് മഹത്വം. എല്ലാവർക്കും കർത്താവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. നമ്മുടെ ക്യാമ്പിന്റെ ആദ്യത്തെ സെഷനാണ്. വചനം പഠിക്കാനുള്ള ക്യാമ്പാണ്. അതുകൊണ്ട് വചനം വരുത്തുന്ന രൂപാന്തരം എന്നുള്ള വിഷയമാണ് നമ്മളെ ക്യാമ്പിൽ ആദ്യമായി ചേർത്തിട്ടുള്ളത്. വചനം വരുത്തുന്ന രൂപാന്തരം, തടസ്സങ്ങളും സാധ്യതകളും എന്നാണ് നമ്മുടെ ടൈറ്റിലുള്ളത്. വചനം നമ്മളിൽ രൂപാന്തരം വരുത്തും എന്ന് നമുക്ക് അറിയാം, ദൈവത്തിന്റെ വചനത്തിലുണ്ട്. എന്താണ് പിന്നെ തടസ്സങ്ങൾ? ഒരുപക്ഷെ ധാരാളം വചനം കേട്ടിട്ടും വേണ്ടത്ര രൂപാന്തരം വരാത്തത് എന്താണ് എന്നൊരു ചോദ്യം നമ്മുടെ മനസ്സിൽ ഉണ്ടാകും. ആ തടസ്സങ്ങളെ കുറിച്ച് ചുരുക്കമായി പറയാം, അതിന്റെ റെമഡീസ്, അതിന്റെ പരിഹാരങ്ങളും പറയാം. മാത്രമല്ല, രൂപാന്തരം അല്ലെങ്കിൽ എത്രത്തോളം രൂപാന്തരം നമ്മളിൽ സാധ്യമാണ് എന്നുള്ള കാര്യവും ആണ് ഈ വിഷയത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. D.L. മൂഡി എന്ന് പറയുന്ന ദൈവത്തിന്റെ ദാസൻ ഇങ്ങനെ പറഞ്ഞു: ബൈബിൾ വാസ് നോട്ട് ഗിവൺ ഫോർ അവർ ഇൻഫർമേഷൻ ബട്ട് ഫോർ അവർ ട്രാൻസ്ഫോർമേഷൻ. ദൈവത്തിന്റെ വചനം നമുക്ക് നൽകിയിരിക്കുന്നത് കുറെ വിവരങ്ങൾ നമുക്ക് നൽകാനല്ല, മറിച്ച് നമ്മുടെ ജീവിതങ്ങൾ രൂപാന്തരപ്പെടാൻ വേണ്ടിയിട്ടാണ്. ദൈവത്തിന്റെ വചനത്തിൽ തന്നെ, ദൈവവചനം അതിൽ തന്നെ രൂപാന്തരത്തിന് ശക്തിയുള്ളതാണ് എന്ന് പറയുന്ന അനേക വേദഭാഗങ്ങളുണ്ട്. ഒന്നിട്ട് വാക്യങ്ങൾ വായിച്ച് കേൾപ്പിക്കാം. എബ്രായ ലേഖനം 4-ാം അധ്യായം എന്റെ 12-ാമത്തെ വാക്യം ഒരുപക്ഷെ പലർക്കും മനപ്പാഠം അറിയാവുന്ന വാക്യമാണ്. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതായി, ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും, പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർവിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും, ഹൃദയങ്ങളിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതും ആകുന്നു. ദൈവത്തിന്റെ വചനം അതിൽ തന്നെ ശക്തിയുള്ളതാണ്, ജീവനുള്ളതാണ്, ചൈതന്യമുള്ളതാണ്. അത് ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയുള്ളതാണ്. മാത്രമല്ല, അത് തുളച്ചു ചെന്ന് നമ്മുടെ ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുവാൻ തക്കോണം, ഡിസൈൻ ചെയ്യുവാൻ തക്കോണം അത് ശക്തിയുള്ളതാകുന്നു എന്നാണ് പറഞ്ഞത്. ചാൾസ് സ്വിൻഡോൾ എന്ന് പറയുന്ന ഒരു ദൈവദാസൻ ഇങ്ങനെ പറഞ്ഞു: നമ്മൾ വാർത്തകൾ കേൾക്കുമ്പോൾ നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു. നോവലുകൾ വായിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ മനസ്സിനെ അത് ഉദ്ദീപിപ്പിക്കുന്നു. നമ്മൾ നല്ല പദ്യം അല്ലെങ്കിൽ നല്ല പാട്ടുകൾ, നല്ല കവിതകൾ വായിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. പക്ഷേ ജീവനുള്ള ദൈവത്തിന്റെ വചനം നമ്മൾ വായിക്കുമ്പോൾ അത് നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നു. ദൈവത്തിന്റെ വചനം നമ്മളിൽ രൂപാന്തരപ്പെടുത്തുവാൻ തക്കവണ്ണം ശക്തിയുള്ളതാണ്. പഴയ നിയമത്തിൽ ഒരു വാക്യം ഈ വിഷയം സംബന്ധിച്ച് പറയുന്നൊരു വായിച്ച് കേൾപ്പിക്കാം. ഇരമ്യാവിന്റെ പുസ്തകം 23-ാം അധ്യായം 29-ാം വാക്യം ഇപ്രകാരമാണ്: എന്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയും അല്ലയോ എന്ന യഹോവയുടെ അരുളപ്പാട്. എന്റെ വചനം തീ പോലെയും. വചനം തീയാണ്, അത് നമുക്ക് കത്തുപിടിക്കും. പിന്നെ പറയുന്ന പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയും അല്ലോ. ഏത് കഠിന ഹൃദയങ്ങളെയും തകർക്കുവാൻ തക്കോണം ശക്തിയുള്ള വലിയ ചുറ്റിക പോലെ, കൂടം പോലെ ശക്തമാണ് എന്ന യഹോവ അരുളി ചെയ്യുന്നു. ദൈവത്തിന്റെ വചനം നമ്മളെ രൂപാന്തരപ്പെടുത്തുവാൻ തക്കോണം ശക്തിമത്താണ്, ശക്തിയുള്ളതാണ് എന്ന് പറയുന്ന പഴയ നിയമത്തിലെ വാക്യമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ജോർജ് വിറ്റ്ഫീൽഡ് എന്ന് പറയുന്ന ദൈവത്തിന്റെ ദാസൻ, അദ്ദേഹം 18-ാം നൂറ്റാണ്ടില് 1800-കളിൽ ശുശ്രൂഷ ദൈവദാസനാണ്. അദ്ദേഹം അങ്ങനെ ശക്തമായി ഇംഗ്ലണ്ടിൽ ശുശ്രൂഷിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തെ പരിഹസിക്കാൻ വേണ്ടി തന്നെ ഉണ്ടായ ഒരു ട്രൂപ്പുണ്ട്. അവരറിയപ്പെട്ടത് ഹെൽ ഫയർ ക്ലബ് എന്നാണ്, നരകത്തിന് തീ പിടിപ്പിക്കുന്ന ക്ലബ് എന്നാണ്. അതിന്റെ നേതാവായിരുന്ന തോർപ്പെ എന്നൊരു മനുഷ്യനുണ്ട്. അദ്ദേഹത്തിന്റെ പരിപാടി എന്ന് പറഞ്ഞാൽ, അദ്ദേഹം അങ്ങനെ അറിയപ്പെട്ടത് തന്നെ ഈ വിറ്റ്ഫീൽഡിനെ പരസ്യമായി അങ്ങനെ ഇമിറ്റേറ്റ് ചെയ്ത് അവഹേളിച്ച് അങ്ങനെ കുപ്രസിദ്ധി നേടിയ ഒരു വ്യക്തിയാണ്. ഒരിക്കലും ഇദ്ദേഹം ഈ വിറ്റ്ഫീൽഡിന്റെ പ്രസംഗം അങ്ങനെ പരസ്യമായിട്ട് അവരുടെ ഗ്രൂപ്പ് അങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യാണ്. വളരെ കൃത്യമായിട്ട്, വളരെ നന്നായി അദ്ദേഹം ഈ ജോർജ് വിറ്റ്ഫീൽഡിന്റെ മുഖഭാവങ്ങള്, അദ്ദേഹത്തിന്റെ ഗസ്റ്റേഴ്സ്, അദ്ദേഹം എടുക്കുന്ന വേദഭാഗങ്ങള്, അത് നൽകുന്ന എക്സ്പോസിഷൻസ് എല്ലാം അങ്ങനെ തന്നെ ഒരു വ്യത്യാസമില്ലാതെ പരിഹാസ രൂപേണ അദ്ദേഹം അങ്ങനെ ചെയ്യും. ഒരു ദിവസം ഇങ്ങനെ ചെയ്തുകൊണ്ട സമയത്ത് പെട്ടെന്ന് താൻ ആ സ്റ്റേജിലങ്ങ് ഇരുന്നു. ആ ഇരുന്ന ഇരിപ്പിൽ താൻ മാനസാന്തരപ്പെട്ടു. താന് ഈ വിറ്റ്ഫീൽഡിന്റെ പ്രസംഗത്തിലെ പറഞ്ഞ വാക്യങ്ങളും അദ്ദേഹം അതിനോട് നൽകിയ വിശദീകരണങ്ങളും ഇമിറ്റേറ്റ് ചെയ്താണ്. പക്ഷേ ആ വാക്യങ്ങൾ തൻ്റെ ഹൃദയത്തിൽ തുളച്ചു കയറി ഒരു നിമിഷം കൊണ്ട് താൻ ആ സ്റ്റേജിൽ വെച്ച് മാനസാന്തരപ്പെട്ടു. പിന്നീട് ഇംഗ്ലണ്ടിൽ അറിയപ്പെടുന്ന ഒരു ദൈവദാസനായിട്ട് ഈ തോർപ്പെ എന്ന് പറയുന്ന പരിഹാസിയായിരിക്കുന്ന മനുഷ്യൻ മാറി. ദൈവത്തിന്റെ വചനത്തിന് ഏത് സമയത്തും ഒരു മനുഷ്യനെ പിടിക്കാനും രൂപാന്തരപ്പെടുത്തുവാനും ശക്തിയുണ്ട് എന്നുള്ളത് വ്യക്തമായിരിക്കുന്ന ഒരു ഉദാഹരണമാണ് തോർപ്പെ എന്ന് പറയുന്ന മനുഷ്യന്റെ ഉദാഹരണം. അദ്ദേഹം ദൈവത്തെയും ദൈവത്തിന്റെ വചനത്തെയും
ദൈവത്തിന്റെ ദാസന്മാരെയും കളിയാക്കുന്നതിനിടയിൽ താൻ മനസ്സാന്തരപ്പെട്ട് ദൈവത്തിന്റെ ഒരു പൈതലായി തീർന്നു. നമുക്കറിയാം, നമ്മുടെ ഇടയിൽ ദൈവവചനം ധാരാളം പ്രസംഗിക്കുന്നുണ്ട് അല്ലെ. ഒരുപക്ഷെ ദൈവവചനം ധാരാളം കേൾക്കുന്ന ഒരു കൂട്ടമാണ് നമ്മൾ. എന്നിട്ട് എന്താണ് അതിനനുസരിച്ചൊരു മാറ്റം നമ്മളിൽ വരാത്തത്? എന്താ തടസ്സം എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ദൈവത്തിന്റെ വചനത്തിൽ തന്നെ എന്തുകൊണ്ട് വചനം നമ്മളിൽ രൂപാന്തരം വരുത്തുന്നില്ല, അല്ലെങ്കിൽ വരുത്തുകയില്ല എന്ന് പറയുന്ന ചില വേദഭാഗങ്ങൾ ഞാൻ വായിച്ച് കേൾപ്പിക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വേദഭാഗമുള്ള വിതക്കാരന്റെ ഉപമ. മത്തായി സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 3 തുടങ്ങിയാണ് വാക്യങ്ങൾ പറയുന്നത്. ചില വാക്യങ്ങൾ മാത്രം ഇവിടെ വിശദമായിട്ട് വായിക്കുന്നില്ല. മത്തായി സുവിശേഷം അതിന്റെ 13-ാം അധ്യായം അതിന്റെ 3 തുടങ്ങിയാണ് വിതക്കാരന്റെ ഉപമ പറയുന്നത്. അവിടെ ഇങ്ങനെയാണ്: അവൻ അവരോട് പലതും ഉപമകളായി പ്രസ്താവിച്ചത് എന്തെന്നാൽ, വിതയ്ക്കുന്നവൻ വിതപ്പാൻ പുറപ്പെട്ടു. വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണു, പറവകൾ വന്ന് അത് തിന്നുകളഞ്ഞു. ചിലത് പാറസ്ഥലത്ത് ഏറെ മണ്ണില്ലാത്തയിടത്ത് മണ്ണിന് വീണു. മണ്ണിന് താഴ്ചയില്ലായകയാൽ ക്ഷണത്തിൽ മുളച്ചു വന്നു. സൂര്യൻ ഉദിച്ചാറെ ചൂട് തട്ടി വേറെ ഇല്ലായകയാൽ അത് ഉണങ്ങിപ്പോയി. മറ്റു ചിലത് മുള്ളിനിടയിൽ വീണു, മുള്ളു മുളച്ച് വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു. മറ്റു ചിലത് നല്ല നിലത്ത് വീണു, 100, 60, 30 മേനിയായി വിളഞ്ഞു. വിതക്കാരന്റെ ഉപമയിൽ കർത്താവ് അങ്ങനെ പറഞ്ഞു. ഇതിന് ശേഷം ഇതിന്റെ വിശദീകരണം കർത്താവിന്റെ 18-ാം വാക്യം മുതൽ പറയുന്നുണ്ട്. 18-ാം വാക്യം മുതൽ ഇപ്രകാരമാണ് അവിടെ പറയുന്നത്: എന്നാൽ വിതക്കാരന്റെ ഉപമ കേട്ടുകൊള്ളുവിൻ. ഒരുത്തൻ രാജ്യത്തിന്റെ വചനം കേട്ട് ഗ്രഹിക്കാഞ്ഞാൽ ദുഷ്ടൻ വന്ന് അവന്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് എടുത്തു കളയുന്നു. വചനം കേട്ടു പക്ഷെ അത് ഒന്ന് മനസ്സിലാക്കാൻ, ഒന്ന് ഗ്രഹിക്കാൻ ശ്രമിച്ചില്ല. കുറച്ച് കഴിയുമ്പോൾ അവന്റെ ഉള്ളിൽ നിന്ന് എന്ത് ചെയ്തു? പിശാച് വന്ന് വചനങ്ങൾ എടുത്തു കളഞ്ഞു. പാറസ്ഥലത്ത് വിതയ്ക്കപ്പെട്ടത് ഒരുത്തൻ വചനം കേട്ടു എങ്കിലും ഉടനെ സന്തോഷത്തോടെ കൈക്കൊള്ളുന്ന ആകുന്നു, എങ്കിലും വേരില്ലായകിയാൽ അവൻ ക്ഷണികനത്രേ. വചനം കേട്ടു, ആദ്യത്തെ ആവേശത്തിൽ പെട്ടെന്ന് സ്വീകരിച്ചു, പക്ഷേ അതിനകത്ത് വലിയ ആഴമൊന്നുമില്ല. അങ്ങനെ ഒരു ആഴമായിട്ട് അല്ലെങ്കിൽ ഗൗരവമായി താൻ അതിനെ കണ്ടില്ല. പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു? ഒരു വേല് തട്ടിയപ്പോൾ അത് ഒരു പക്ഷെ ജീവിതത്തിന്റെ പ്രയാസങ്ങളായിരിക്കാം. അത് വന്നപ്പോൾ താനത് വചനത്തിൽ ഞെരുക്കമോ ഉപദ്രവമോ നേരിട്ടാൽ അവൻ ക്ഷണത്തിൽ ഇടറിപ്പോകുന്നു. വീണ്ടും 3-ാമത് പറയാൻ, മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേൾക്കുന്നുവെങ്കിലും ഈ ലോകത്തിന്റെ ചിന്തയും ധനത്തിന്റെ വഞ്ചനയും വചനത്തെ ഞെരുക്കിയിട്ട് നിഷ്ഫലമായി തീരുന്നതാകുന്നു. വേറൊരു കൂട്ട് വചനം കേട്ടു, പക്ഷേ താല്പര്യത്തോടെയൊക്കെ കേട്ടു, പക്ഷേ ഈ ലോകത്തിന്റെ ചിന്തയും ജീവിതത്തിന്റെ ഞെരുക്കമൊക്കെ വന്നപ്പോൾ അത് കരിഞ്ഞു ഉണങ്ങി അല്ലെങ്കിൽ ഞെരുക്കി വളർച്ചയില്ലാത്തതാണ്. അതിനുശേഷം പറയണം, നല്ല നിലത്ത് വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേട്ട് ഗ്രഹിക്കുന്നതാകുന്നു, അത് വിളഞ്ഞ് 100, 60, 30 മേനി നൽകുന്നു. അപ്പൊ ഈ ഉപമ കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി എന്നൊരിക്കൽ ചോദിച്ചപ്പം ഒരാൾ പറഞ്ഞു, വിതയ്ക്കാൻ അറിയാൻ വയ്യാത്ത ആള് വധിച്ചുകൊണ്ടാണ് വടിയരികിലും പിന്നെ എന്താണ് പാറസ്ഥലത്തൊക്കെ കയറി വധിച്ചിട്ടല്ലേ കുഴപ്പം. എന്നാൽ ഈ പശ്ചാത്തലം എന്ന് പറയുന്നത് അങ്ങനെ മധ്യപൂർവേഷ്യയിലെ കൃഷിസ്ഥലമാണ്. നമ്മുടെ നാട്ടിലെ കുട്ടനാടൻ പാടശേഖരമല്ല. അപ്പൊ അങ്ങനെ വിതച്ചു പോവുകയാണ്. വിതയ്ക്കുന്ന വിത്ത് വീഴുന്ന നിലത്തെക്കുറിച്ചാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ നന്നായി ഒരുക്കി വിത്തിനെ സ്വീകരിക്കാൻ പാകത്തിന് ഒരുക്കപ്പെട്ട നിലത്ത് വീണ വിത്തുകൾ അത് മുളച്ചു 30, 60 അത് 100 മേനിയായിട്ട് വിളഞ്ഞു. എന്ന് പറഞ്ഞാൽ വചനം കേൾക്കുവാനുള്ള ഒരുക്കത്തോടെ വചനം കേൾക്കുമ്പോൾ മാത്രമേ വചനത്തിന് അനുസരിച്ചുള്ള ഫലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളൂ. വചനം കേട്ടതുകൊണ്ട് മാത്രം ഫലം ഉണ്ടാവുകയില്ല. വചനം കേൾക്കാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയത്തെ പാകമാക്കണം, നമ്മുടെ ഹൃദയത്തെ ഒരുക്കണം. താല്പര്യത്തോടും വലിയ ശ്രദ്ധയോടും നമ്മുടെ ശ്രദ്ധയെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന എല്ലാ കാര്യം ഒഴിവാക്കിക്കൊണ്ടും ദൈവം ഇന്ന് എന്നോട് സംസാരിക്കണം ആത്മാർത്ഥമായിരുന്ന ആഗ്രഹത്തോടും കൂടെ വചനം കേട്ടാൽ തീർച്ചയായിട്ടും ആ വചനം നമ്മുടെ ഹൃദയമാകുന്ന ഒരുക്കപ്പെട്ട മണ്ണിൽ വീഴും. അത് മുളച്ച് വളർന്ന് ധാരാളം ഫലം നൽകും എന്നാണ് നമുക്ക് ഈ ഉപമയിലൂടെ കർത്താവ് പറഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വീണ്ടും അതിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കല് നമുക്ക് യാക്കോബിന്റെ ലേഖനം വേറെ വാക്യം വായിക്കാം. യാക്കോബിന്റെ ലേഖനം 1:21 ഇതേ ആശയം തന്നെ പറയുന്നുണ്ട്. 1:21 ഇങ്ങനെയാണ്: നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവിൻ. അവിടെ പറയുന്നത് നിങ്ങൾ വചനം കേൾക്കുക മാത്രമല്ല, വചനത്തെ നീ സ്വീകരിക്കണം എന്ന് പറയണം. നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടവർക്കും വീണ്ടും എന്താ രക്ഷ ആവശ്യമുള്ളത്? രക്ഷിക്കപ്പെട്ടവരുടെ രക്ഷ നമുക്കറിയാം അനുദിന രക്ഷയാണ്. നമ്മുടെ ജീവിതത്തിൽ വീണ്ടും വിശുദ്ധിയിലും പുതുക്കത്തിലൊക്കെ വളരുന്ന ആ രക്ഷ അത് നൽകുവാൻ തക്കവണ്ണം ഉൾനട്ടതാണ് ദൈവത്തിന്. ഉൾനടൽ എൻഗ്രാഫ്റ്റഡ്, അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ഒരു വിത്തിനകത്ത് അത് മുളച്ചു വരാനുള്ള മുളയും വേരൊക്കെ അതിനകത്ത് തന്നെയുണ്ട്. ഏറ്റവും നല്ല സ്ഥലത്ത് അല്ലെങ്കിൽ
അനുകൂലമായിരുന്ന സ്ഥലത്ത് അത് വീഴുമ്പോൾ അത് തനിയെ മുളച്ച് വളർന്ന് ഫലം കൊടുക്കും എന്ന് പറയും പോലെ അതിന് ശക്തിയുള്ളതാണ് ദൈവത്തിന്റെ വനം. അതിൽ തന്നെ ജീവനുള്ളതാണ്, നമ്മുടെ ഉള്ളിൽ മുളച്ച് വളർന്ന് ഫലം നൽകുവാൻ പര്യാപ്തമാണ്. അതിനെ എങ്ങനെ കൈക്കൊള്ളണം? സൗമ്യതയോടെ കൈക്കൊള്ളണം. സൗമ്യത എന്ന വാക്കിന് ഉപയോഗിച്ചത് ശാന്തതയോടെ, തുറന്ന മനസ്സോടെ, ആഗ്രഹത്തോടെ അങ്ങനെ സ്വീകരിക്കുമ്പോൾ ആ ഉൾനട്ട വചനം, അതിൽ തന്നെ വളർച്ചയ്ക്ക് സാധ്യതയുള്ള, അതിൽ തന്നെ മുളയും വേരും ഒക്കെയുള്ള ആ വചനം നമ്മുടെ ഹൃദയത്തിൽ മുളച്ച് വളർന്ന് അതിന്റെ ഫലങ്ങൾ തീർച്ചയായിട്ടും നൽകുമെന്നാണ് ആ വചനം നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കാര്യമായിരിക്കുന്ന ഫലം നൽകുന്നില്ല, രൂപാന്തരം ഉണ്ടാക്കുന്നില്ല എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ നമ്മൾ പരിശോധിക്കേണ്ടത് നമ്മൾ ദൈവത്തിന്റെ വചനം വായിക്കുകയും ദൈവവചനം പഠിക്കുകയും ദൈവവചനം കേൾക്കുകയും ചെയ്യുമ്പോൾ ശരിയായ ഒരുക്കത്തോടു കൂടെയാണോ ദൈവത്തിനോട് നാം കേൾക്കുന്നുള്ള കാര്യം ശ്രദ്ധിക്കണം. അങ്ങനെ ഒരുക്കത്തോടു കൂടെ കേൾക്കുന്ന വചനമേ നമ്മുടെ ജീവിതത്തിൽ മുളച്ച് അതിന്റെ ഫലം നൽകിയുള്ളൂ. ഒരിക്കലും ജിപ്സി സ്മിത്ത് എന്ന് പറയുന്ന ദേവദാസിന്റെ അടുക്കൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഞാൻ ബൈബിൾ പല പ്രാവശ്യം വായിച്ചു, പക്ഷെ എനിക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടായില്ലെന്ന് പറഞ്ഞു. അദ്ദേഹം ആലോചിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ബൈബിളിലൂടെ അങ്ങനെ പല പ്രാവശ്യം കടന്നുപോയി, അങ്ങനെ തലങ്ങളിലും. ഇത് പറഞ്ഞു, നിങ്ങൾ ഇനി ഒരു കാര്യം ചെയ്യണം, ഈ ദൈവത്തിന്റെ വചനത്തിലൂടെ നിങ്ങൾ കടന്നു പോകാതെ ദൈവത്തിന്റെ വചനം നിങ്ങളിലൂടെ കടന്നു പോകാൻ നിങ്ങളൊന്ന് സമ്മതിച്ചു നോക്കാൻ പറഞ്ഞു. അങ്ങനെ വന്നാൽ നിങ്ങൾക്ക് മറ്റൊരു കഥ പറയാനുണ്ടാകും എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ബൈബിൾ വായിക്കുന്നുണ്ട്, ബൈബിളിലൂടെ കടന്നു, പക്ഷെ തന്നെ സ്പർശിക്കാൻ താൻ അനുവദിക്കാറില്ല. എന്ന് പറഞ്ഞാൽ ഹൃദയം അടച്ച് ഒന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന അപ്പുറത്തേക്ക് ഒരു വ്യത്യാസം പറയണ താല്പര്യത്തോടു കൂടി അല്ല താൻ വായിക്കുന്നത്. അപ്പൊ അത് ഈ ജിപ്സി സ്മിത്ത് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യുക, വചനം നിങ്ങളിലൂടെ കടന്നു പോകാൻ അനുവദിക്കുക, അപ്പോൾ നിങ്ങൾക്ക് പുതിയ കഥ പറയാനുണ്ടാകും എന്ന് അദ്ദേഹം പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ദൈവവചനം കേൾക്കാനുള്ള ഒരുക്കം രൂപാന്തരത്തിന് അത്യന്താപേക്ഷിതമാണ്. ഒരുക്കമില്ലാതെ കേൾക്കുന്ന വചനങ്ങൾ ഒരു പക്ഷേ ദുഷ്ടൻ വന്ന് എടുത്തു കളയും, പല ചിന്തകൾ വന്ന് ഞെരുക്കിക്കളയും, ഒരുപക്ഷെ വെയിലേൽക്കുമ്പോൾ അതപ്പോൾ തന്നെ വാടിപ്പോകും. മറ്റൊരു തടസ്സമായിട്ട് ദൈവത്തിനൊന്ന് പരിശോധിച്ച് കാണുന്നത് നമ്മുടെ ഹൃദയത്തിലെ പാപങ്ങളാണ്. നമ്മുടെ ഹൃദയത്തിൽ പാപം വെച്ചുകൊണ്ട് ദൈവത്തിനൊന്ന് കേട്ടാലും വായിച്ചാലും പഠിച്ചാലും കാര്യമായിരിക്കുന്ന പ്രയോജനമൊന്നും വരികയില്ല. നമുക്കെല്ലാം അറിയാവുന്ന വേദഭാഗമാണ് 1 പത്രോസ് 2-ാം അധ്യായം 1-2 വാക്യങ്ങൾ. 1 പത്രോസ് 2-ാം അധ്യായം 1-2 വാക്യം ഇങ്ങനെയാണ്: ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ. നമ്മളെ രക്ഷയിൽ വളർത്തുവാൻ പര്യാപ്തമാണ് വചനമാകുന്ന പാല്. പക്ഷെ എന്തുകൊണ്ട് വളർച്ച ഉണ്ടാകുന്നില്ലെന്ന് ചോദിച്ചാൽ അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങളുടെ ഉള്ളിലുള്ള പാപം നീക്കിക്കളഞ്ഞിട്ട് വേണം വചനമാകുന്ന പാല് കുടിക്കാൻ. എങ്കിൽ മാത്രമേ വളർച്ച എന്ന് പറയുന്ന കാര്യം സംഭവിക്കുകയുള്ളൂ. പ്രിയമുള്ളവരെ, അനുതാപമില്ലാത്ത ഒരു ഹൃദയത്തോടെ വചനം കേൾക്കുമ്പോൾ കാര്യമായിരിക്കുന്ന പ്രയോജനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വന്ന അനുതാപ ഹൃദയങ്ങളോടെ എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവിതത്തിലുള്ള പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചുകൊണ്ട് വചനം കേൾക്കുമ്പോൾ ആ വചനം നമുക്ക് ആത്മീക വളർച്ചയ്ക്ക് ഉതകുന്നതായി തീരും. നമുക്കറിയാം, ചിലപ്പോൾ നമുക്ക് ഈ കുട്ടികളൊക്കെ ഈ മുതിർന്നവരെ കണ്ണാടി എടുത്തു വയ്ക്കും, നല്ല കട്ടിയുള്ള ലെൻസുള്ള ഗ്ലാസ്. ഇനി അവർ നടക്കണുണ്ടോ? അതിന് കാരണം എന്താണ്? അവർ നോക്കുമ്പോൾ ഇത് ഫ്രണ്ടൊക്കെ ഇങ്ങനെ പൊങ്ങിയും താണും അല്ലെ, മുഖം നോക്കിയപ്പോൾ ഒരുമാതിരി മാങ്ങാണ്ടി പോലെ ഇരിക്കില്ലേ. എന്താണ് ആകെപ്പാടെ വ്യത്യസ്തമായ എന്ന് പറയുമ്പോഴാണ് ഉള്ളിൽ പലതരത്തിൽപ്പെട്ട അസൂയയും പിന്നെ പിണക്കവും പിന്നെ ദുഷ്ടതയും പിന്നെ അതും ഇതൊക്കെ വെച്ചുകൊണ്ട് വചനം വായിച്ചാലും മനസ്സിലായാലും നമുക്ക് വചനം ഉദ്ദേശിക്കുന്ന കാര്യം പോലെ കാര്യങ്ങളെ കാണാൻ സാധിക്കുകയില്ല. മറിച്ച് അവ എടുത്ത് മാറ്റിയിട്ട് നാം ദൈവത്തിനൊന്ന് സ്വീകരിക്കുമ്പോൾ അല്ലെങ്കിൽ വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ ശരിയായ ദൈവവചനത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ മനസ്സിലാകുകയും അത് നമ്മുടെ ജീവിതത്തിൽ വളർച്ചയ്ക്ക് കാരണമായി തീരുകയും ചെയ്യുമെന്നുള്ളത്. മാത്രമല്ല, എന്തുകൊണ്ടാണ് പല സമയത്തും വിശ്വാസം രക്ഷിക്കപ്പെട്ടവരാണെന്ന് അവകാശപ്പെടുന്ന മനുഷ്യർക്ക് വചനത്തോടൊരു താല്പര്യമില്ലായിക, വചനം വായിക്കാനും പഠിക്കാനും വചനം കേൾക്കാനും വലിയ താല്പര്യമില്ലാത്ത കാര്യം എന്താണ്? സാധാരണ നമ്മൾ ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പം അല്ലെ, ഡോക്ടറെ പിള്ളേരെയും കൊണ്ട് പോകും, പറയും കൊച്ചിന് കുറച്ച് ദിവസമായിട്ട് വിശപ്പില്ല ഡോക്ടറെ, കാര്യമായിട്ടൊന്നും കഴിക്കുന്നില്ല. അപ്പൊ ഡോക്ടർ ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഈ വിരയ്ക്കുള്ള മരുന്ന് കൊടുത്തിട്ട് എത്ര നാളാന്ന് ചോദിക്കും. പറയും കൊടുത്തിട്ട് 1 വർഷമൊക്കെ. അവന് ആദ്യം വിരയ്ക്കുള്ള മരുന്ന് എഴുതി തരുന്നതാണ്. ഈ കുഞ്ഞിന്റെ വയറ്റില് ഇങ്ങനെയുള്ള യുവാംസ് നിറഞ്ഞതുകൊണ്ട് അവന് വിശപ്പ് നഷ്ടപ്പെട്ടു. അത് ഇളക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? 2 പേരെ തിന്നാനുള്ള വിശപ്പ് കൊച്ചിന് ഉണ്ടാകും. അത് ഇളക്കി കളഞ്ഞാൽ വിശപ്പ് ഉണ്ടാകും. എന്തുകൊണ്ടാണ് വചനത്തോട് താല്പര്യമില്ലായക? വചനം വായിക്കാൻ എന്താ ഒരു താല്പര്യക്കുറവ്? ഈ ക്യാമ്പിന് വരാൻ എന്താ ഒരു താല്പര്യക്കുറവ്? അല്ലെങ്കിൽ വചനം കേൾക്കാൻ എന്താ നമ്മുടെ ഒരു താല്പര്യക്കുറവ്? പക്ഷെ ഇതായിരിക്കാം, നമ്മുടെ ഉള്ളിൽ പാപം ഇരിക്കെ ദൈവത്തിന്റെ വചനത്തോട് നമുക്ക് അത്ര വലിയ താല്പര്യം ഉണ്ടാവുകയില്ല.
ഇനി മാത്രമല്ല, അങ്ങനെയുള്ള സമയത്ത് വചനം കേട്ടാലും കാര്യമായിരിക്കുന്ന വ്യത്യാസമൊന്നും വരികയില്ല. കാരണം ഈ കേൾക്കുന്ന വചനങ്ങൾ നമ്മൾ കേൾക്കേണ്ടതുപോലെ അല്ല കേൾക്കുന്നത്. കാരണം വചനം നമ്മുടെ ഉള്ളിൽ പാപമിരിക്കെ ആ പാപത്തിന്റെ കണ്ണിലെ, പാപത്തിന്റെ ലെൻസിലൂടെ നാം നോക്കുമ്പോൾ ദൈവം ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊന്നും അല്ല നമുക്ക് മനസ്സിലാകുന്നത്. കാര്യമായിരിക്കുന്ന വ്യത്യാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് വചനത്തിന്റെ നമ്മുടെ ഉള്ളിലുള്ള പാപങ്ങളെ ഏറ്റുപറഞ്ഞ് അങ്ങനെ ഹൃദയങ്ങളെ ശുദ്ധമാക്കിക്കൊണ്ട് കേൾക്കുമ്പോൾ മാത്രമേ നമുക്ക് വചന നിമിത്തമുള്ള രൂപാന്തരം ഉണ്ടാവുകയുള്ളൂ. മറ്റൊരു മുഖ്യ കാരണമായിട്ട് ബൈബിളിൽ പറയുന്നത് ഹൃദയകാഠിന്യമാണ്. ഹൃദയകാഠിന്യം, മത്സരം, നിഗളം, ഗർവം, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കുമ്പോൾ അത് ഈ വചനം സ്വീകരിക്കാൻ പോലും, കേൾക്കാൻ പോലും നമ്മളെ അനുവദിക്കുകയില്ല. എബ്രായ ലേഖനം 3:8 വാക്യം, പഴയ നിയമത്തിൽ നിന്ന് കോട്ട് ചെയ്തൊരു വാക്യമാണ്. ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മരുഭൂമിയിൽ വെച്ച് പരീക്ഷാ ദിവസത്തിലെ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. ദൈവത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങൾ അന്ന് പണ്ട് ആ ഇസ്രായേലിലെ പിതാക്കന്മാർ, ആ തലമുറ ദൈവത്തിന് വചനം കേട്ടപ്പോൾ അവർ ദൈവത്തിന്റെ വചനത്തിന് മുമ്പാകെ ഹൃദയം കഠിനമാക്കിയതുപോലെ നിങ്ങൾ ഇന്ന് ദൈവത്തിന് വചനം കേൾക്കുമ്പോൾ ഹൃദയം കഠിനമാക്കരുത്. പറയുന്നവരോടാണ്? പുതിയ നിയമ വിശ്വാസങ്ങളോടാണ്. എബ്രായ വിശ്വാസം പറയുകയാണ്, നമ്മളോട് പറയുകയാണ്, വചനം കേൾക്കുമ്പോൾ എന്ത് ചെയ്യരുത്? ഹൃദയത്തെ കഠിനമാക്കരുത്. അന്നവർ ഹൃദയം കഠിനമാക്കിയുകൊണ്ട് കേട്ട വചനം പ്രയോജനമായില്ലെന്ന് മാത്രമല്ല, വചനം അനുസരിക്കാത്ത നിമിത്തമുള്ള വലിയ ശിക്ഷയിലേക്ക് അവർ പോയി എന്നുള്ള ചരിത്രം ഓർമ്മിപ്പിക്കുന്ന ഒരു കൊട്ടേഷനാണ് എബ്രായ ലേഖനം നടത്തുന്നത്. അനുസരണ ഭാവത്തോടെ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് വചനം കേൾക്കും മുമ്പ് നമ്മുടെ ഹൃദയത്തെ ദൈവമുമ്പാകെ താഴ്ത്തി ഞാൻ അനുസരിക്കാം എന്നുള്ള മനോഭാവത്തോടെ വചനം കേൾക്കുമ്പോൾ മാത്രമേ ദൈവത്തിന് വചനം നമുക്ക് പ്രയോജനമായി തീരുകയുള്ളൂ. ഹൃദയകാഠിന്യം ശരിക്കും ദൈവവചനം മനസ്സിലാക്കാനും അനുസരിക്കാനും തടസ്സമായിരിക്കുന്ന മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട തടസ്സമാണ്. യാക്കോബിന്റെ ലേഖനം 1:22 വാക്യം ഇങ്ങനെയാണ്: എങ്കിലും വചനം കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായിരിപ്പിൻ, അല്ലെങ്കിൽ അനുസരിക്കുന്നവരായിരിപ്പിൻ. വചനം കേൾക്കുക ചെയ്തുകൊണ്ട് മാത്രം ഇരിക്കാതെ മറ്റെന്ത് ചെയ്യണം? അങ്ങനെ ചെയ്ത് നിങ്ങളെ തന്നെ ചതിക്കാതെ വചനത്തെ പ്രായോഗികമാക്കുവിൻ, അഥവാ വചനത്തെ അനുസരിപ്പിൻ. വചനത്തെ അനുസരിക്കുമ്പോഴാണ് ആ വചനങ്ങൾ നമ്മുടേതാകുന്നത് നമുക്ക് തീർച്ചയായിട്ടും പ്രയോജനമായിട്ട് തീരുന്നത്. നമ്മുടെ ഉള്ളിലുള്ള തെറ്റായിരിക്കുന്ന മനോഭാവങ്ങൾ, ഈ ഹൃദയകാഠിന്യത്തിന് പക്ഷെ പല കാരണങ്ങൾ കണ്ടേക്കാം. നമ്മുടെ തെറ്റായിരിക്കുന്ന മനോഭാവങ്ങൾ 1 തെസ്സലോനിക്ക ലേഖനം 2:13 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു, മനുഷ്യന്റെ വചനമായിട്ടല്ല, സാക്ഷാൽ ആകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടപെടാതെ സ്തുതിക്കുന്നു. വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. ഇപ്പൊ തെസ്സലോനിക്കയിലെ വിശ്വാസികളോട് ദൈവവചനം പ്രസംഗിച്ചത് പൗലോസും തന്റെ കൂട്ടത്തിലുള്ള മനുഷ്യനാണ്. അപ്പൊ ഇത് ഏതോ മനുഷ്യർ പ്രസംഗിക്കുന്ന നിലയിലല്ല അവരെ കേട്ടത്, അല്ലെങ്കിൽ ഇന്ന വ്യക്തി ആ പേര് പറഞ്ഞ പൗലോസിന്റെ പ്രസംഗം, പൗലോസ് എന്തൊക്കെയോ പറയുന്നു, അങ്ങനെയല്ല. അത് ആയിരിക്കുന്നത് പോലെ ദൈവത്തിന്റെ വചനമായിട്ട് തന്നെ സ്വീകരിച്ചതിനാൽ. എന്തുകൊണ്ടാണ് തെസ്സലോനിക്കയിലെ വിശ്വാസികളുടെ ജീവിതത്തിൽ പൗലോസും തന്റെ കൂടെയുള്ള പ്രസംഗിച്ച വചനം പ്രയോജനമായി തീർന്ന അവരുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തി ചോദിച്ചാൽ അവരതിനെ കേട്ടത് എങ്ങനെയാണ്? പ്രസംഗിച്ച ആളെ നോക്കിയിട്ടല്ല, പ്രസംഗിച്ച വചനം ദൈവത്തിന്റെ വചനമായി കേട്ട് അത് ഹൃദയത്തിലേക്ക് സ്വീകരിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? വലിയ വ്യത്യാസങ്ങൾ. മാത്രമല്ല, ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നത് മാത്രമല്ല, വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. ഇത് എഴുതുന്ന സമയത്തും പണ്ട് പ്രസംഗിച്ച വചനങ്ങൾ ഈ തെസ്സലോനിക്കയുടെ വിശ്വാസികളുടെ ജീവിതത്തിൽ അതിങ്ങനെ പ്രവർത്തിച്ച മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടേയിരിക്കുക. അതുകൊണ്ട് അവർ ഈ പ്രസംഗിച്ച് കേട്ട ദൈവത്തിന്റെ വചനത്തെ മനുഷ്യന്റെ വചനങ്ങളായിട്ടല്ല, പ്രസംഗിച്ച ആളെ കുറിച്ചുള്ള ചിന്തയെ അങ്ങനെ അടിസ്ഥാനത്തിലല്ല. ഒരുപക്ഷെ ചിലപ്പോൾ പ്രസംഗിക്കുന്നവരുടെ പൊതുവിൽ നമുക്ക് ഇഷ്ടക്കേടാ അല്ലെ? പഴയ നിയമത്തിലേക്ക് നോക്കിയാൽ മതി. ഇസ്രായേൽ തെറ്റിപ്പോയ സമയത്ത് ദൈവം ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇസ്രായേലിലേക്കും യഹൂദയിലേക്കും ധാരാളം പ്രവാചകന്മാരെ തന്റെ അരുളപ്പാടോടെ വെച്ചു. അവരെ ഈ പ്രവാചകന്മാരൊക്കെ അവഗണിച്ചെന്ന് മാത്രമല്ല, ചിലരെ കൊന്നുകളഞ്ഞു, ചിലരെ ആമത്തിലിട്ടു, ചിലരെ അങ്ങനെ വലിയ കുണ്ടറയിലിട്ടു. എന്ന് പറഞ്ഞാൽ പ്രസംഗിച്ചത് അവർ ദൈവത്തിന്റെ വചനമായിട്ടല്ല, അത് ഒരുപക്ഷെ ഇരമ്യാവിന്റെ വചനങ്ങളായി അല്ലെങ്കിൽ എസക്കിയേലിന്റെ വചനങ്ങളായി കേട്ടപ്പോൾ അതവർക്ക് പ്രയാസമായി, അത് സ്വീകരിക്കാൻ മനസ്സില്ലാത്തതുകൊണ്ട് പ്രസംഗിച്ച മനുഷ്യരെ എന്ത് ചെയ്തു? അവർ പല നിലയിൽ ഉപദ്രവിക്കുകയും തള്ളിക്കളയും ചെയ്തു. എന്ത് സംഭവിച്ചു? അനുസരണക്കേണ്ട ഫലമായി വലിയ പ്രവാസത്തിലേക്ക് ആ ജനത പോകാൻ ഇടയായിത്തീരുന്നു. പ്രിയമുള്ളവരെ, നമ്മളും ശ്രദ്ധിക്കണം, എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വചനം രൂപാന്തരപ്പെടുത്തുന്നില്ല? ഇതിലേതെങ്കിലുമൊക്കെ തടസ്സങ്ങളായിരിക്കാം. നാം പരിശോധിക്കുക, തിരുത്തുക. തുടർന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന ഈ വചനം എത്രമാത്രം രൂപാന്തരം വരുത്തും, രൂപാന്തരത്തിന്റെ സാധ്യതകളെ കുറിച്ചാണ്.
എത്രത്തോളം നമ്മളിൽ വ്യത്യാസം വരുത്തുവാൻ കഴിയും ദൈവത്തിന്റെ വചനത്തിന്. 2 തിമോത്തിയോസ് 3-ാം അധ്യായത്തിന്റെ 16-17 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. നമുക്ക് പരിചയമുള്ള വാക്യങ്ങളായിരിക്കും, മനപ്പാഠം അറിയാതിരിക്കാം. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകിയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവൻ ആകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു. അവിടെ ഒരു പ്രയോഗമുണ്ട്, ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവൻ ആകേണ്ടതിന്. ഒരു മനുഷ്യനെ ദൈവം സൃഷ്ടിച്ച് ഈ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ അവനെ എന്തിനാ സൃഷ്ടിച്ചയച്ചത്? ഏതെന്തോടെ എന്തിനാ മനുഷ്യനെ ആക്കിയത്? പാപം ചെയ്യാനായിരുന്നോ? അല്ല, നന്മ ചെയ്യാൻ. നന്മ ചെയ്യാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ തിന്മ ചെയ്ത് വീണുപോയി. ഇവിടെ പറയുന്നത് ആ തിന്മ ചെയ്ത് വീണുപോയ മനുഷ്യനെ വീണ്ടെടുത്തു. അതാണ് ദൈവത്തിന്റെ മനുഷ്യൻ. ഒരു ദൈവ പൈതൽ അവനെ യഥാസ്ഥാനപ്പെടുത്തുന്നതിൽ എങ്ങനെയാക്കി തീർക്കും? അവനെ ഒരു മനുഷ്യനെ കുറിച്ച് ഉദ്ദേശിക്കുന്ന, അവന് ചെയ്യാൻ ദൈവം വെച്ചിരിക്കുന്ന എല്ലാ നന്മകളും ചെയ്യത്തക്ക നിലയിൽ അവനെ എക്യുപ്പ് ചെയ്യാൻ, അവനെ പര്യാപ്തനാകുവാൻ, അവനെ സജ്ജനാക്കുവാൻ പര്യാപ്തമാണ് ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വചനം നമ്മളെ ആ അടിമുടി മാറ്റി സ്പിരിച്വലി മച്ചുറാക്കാൻ, എന്തിനാണോ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ആ നിലയിലേക്ക് ഉയരുവാൻ, ആ നിലയിലേക്ക് എത്തിക്കുവാൻ പര്യാപ്തമായിരിക്കുന്ന കണ്ടല്ലെങ്കിൽ ഉള്ളടക്കമുള്ളതാണ് ദൈവത്തിന്റെ വചനം. അപ്പൊ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനം നന്നായി കേട്ടാൽ നാം ആരായത്തിനും എപ്രകാരമായി കഴിഞ്ഞാൽ സ്പിരിച്വലി മച്ചുർ. പെർഫെക്റ്റ് എന്നുള്ള വാക്കല്ല ഇവിടെ, മച്ചുർ എന്നുള്ള വാക്ക് എന്ന് പറഞ്ഞതാണ് വളർന്ന് പാകമായി ഫലം നൽകേണ്ട എല്ലാ ഫലങ്ങളും സൽപ്രവൃത്തികളാകുന്ന എല്ലാ നിലയിൽപ്പെട്ട സൽപ്രവൃത്തികളും ചെയ്യുന്ന നിലയിലേക്ക് നമ്മളെ രൂപാന്തരപ്പെടുത്തുവാൻ തക്കവണ്ണം ആവശ്യമായിരിക്കുന്ന ചേരുവകൾ വചനത്തിലുണ്ടെന്നാണ് ആ വാക്യത്തില് നമ്മൾ. എത്രത്തോളം എന്നുള്ള ബൈബിളിന്റെ ഒരു ഉദാഹരണം ഞാൻ വായിച്ച് കേൾപ്പിക്കാം. എഫേസ് ലേഖനം 4:28 വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: കള്ളൻ ഇനി കക്കാതെ മുട്ടുള്ളവന് ദാനം ചെയ്യുവാൻ ഉണ്ടാകേണ്ടതിന് കൈകൊണ്ട് നല്ലത് പ്രവർത്തിച്ച് അധ്വാനിക്കുക അത്രേ വേണ്ടത്. ദൈവത്തിന് അവൻ കേൾക്കുന്ന ഒരു കള്ളൻ മാനസാന്തരപ്പെട്ട് കളവ് നിർത്തണം എന്നല്ല. കളവ് നിർത്തണം, ഉറപ്പായിട്ടും നിർത്തണം. അവിടെ നിന്നാ പോരാ, പിന്നെ എന്ത് ചെയ്യണം? അവൻ ഇനി നല്ലത് പ്രവർത്തിക്കണം. അല്ലെ, ഇവിടെ ശ്രദ്ധിക്കുന്നതാണ് ഈ കളവെന്ന് പറഞ്ഞ അധ്വാനമുള്ള പരിപാടിയാട്ടോ, വളരെ റിസ്ക് ഉള്ള പരിപാടിയാണ്. പക്ഷെ ഇവിടെ കൃത്യം പറയുന്നുണ്ട്, നല്ല അധ്വാനം, നല്ല റൈറ്റ് ആയിരിക്കും, ശരിയായിരിക്കുന്ന അധ്വാനം കഴിക്കണം. ഇത്രയും നാളും അധ്വാനിക്കുന്നുണ്ട്, പക്ഷെ എങ്ങനെയാണ്? മറ്റുള്ളവരെ കവർന്നെടുക്കാനുള്ള അധ്വാനമാണ്. ആ കളവ് നിർത്തണം മാത്രമല്ല, കളവ് നിർത്തിയിട്ട് എന്ത് ചെയ്യണം? സ്വന്തം കൈകൊണ്ട് നന്നായി അധ്വാനിക്കണം. അധ്വാനിച്ച് താൻ മൃഷ്ടാന്നമായി ജീവിക്കണം എന്നല്ല, പിന്നെ എന്താണ്? അങ്ങനെ അധ്വാനിച്ചിട്ട് നല്ല മറ്റുള്ളവർക്കും അല്ലെങ്കിൽ മുട്ടുള്ളവർക്ക് ദാനം ചെയ്യുവാൻ ഉണ്ടാകേണ്ടത് എന്ന് പറഞ്ഞാൽ തന്റെ ആവശ്യങ്ങൾ മാത്രം അധ്വാനിക്കാൻ മതി എന്നല്ല, തന്റെ ആവശ്യങ്ങൾക്ക് ശേഷം മുട്ടുള്ളവർക്ക് ദാനം ചെയ്യുവാൻ ഉണ്ടാകേണ്ടതിന് ആ നിലയിൽ അധ്വാനിച്ച് ദാനം ചെയ്യുന്നൊരു മനുഷ്യനാക്കി, അനർഹമായി മറ്റുള്ളവരെ കവർന്നെടുക്കുന്ന മനുഷ്യനെ എവിടം വരെ ആക്കി തീർക്കണം? കളവ് നിർത്തുന്നവരെയല്ല, കളവ് നിർത്തിയിട്ട് സ്വന്തം നിലയിൽ അധ്വാനിക്കുന്നവനായിട്ട് മാത്രമല്ല, അധ്വാനിച്ച് തന്റെ ചുറ്റും അതിന് സാധ്യതയില്ലാത്ത അല്ലെങ്കിൽ മുട്ടുള്ള മനുഷ്യർക്ക് തന്റെ കൈകൾ കൊണ്ടുണ്ടാക്കിയ അധ്വാനഫലം നൽകുന്ന നിലയിലേക്ക്, നന്മ പ്രവൃത്തി ചെയ്യുന്ന നിലയിലേക്ക് രൂപാന്തരപ്പെടണം, അല്ലെങ്കിൽ പെടുത്തണം. അങ്ങനെ പെടുത്തുവാൻ തക്കോണം പര്യാപ്തമാണ് ദൈവത്തിന്റെ വചനം എന്നാണ് നാം വായിച്ച വാക്യത്തിൽ പറയുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം ഒരു ഡോക്ടറെ പോലെയാണ്. ഒരു ഡോക്ടറെ പോലെയാണ്. നമ്മൾ ഡോക്ടറെ എടുത്ത് ചെല്ലുമ്പം കൈ ഇപ്പം എന്താണ് നമ്മുടെ ഷോൾഡർ ഡിസ്ലൊക്കേഷൻ ആയി, അപ്പം ഡോക്ടറെ അടുത്ത് ചെന്നിരിക്കുകയാണ്. അപ്പൊ ഡോക്ടർ വേറെ മേശപ്പുറത്ത് ഓർത്തോ ഡോക്ടർമാരുടെ മുന്നിലൊക്കെ പല ജോയിന്റ്സിന്റെ ഒക്കെ ചില പ്രതിമകൾ, അല്ലെങ്കിൽ മെഴുകൊണ്ടോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിന്റെ പ്രതിമ അല്ലേ. അപ്പൊ പുള്ളിക്കാരൻ ഒരു എക്സ്റേ എടുത്തുകൊണ്ടാൻ പറയും. നമ്മൾ എക്സ്റേ എടുത്തുകൊണ്ട് കാണിച്ചു കൊടുക്കും. ഈ എക്സ്റേ കാണിച്ചു തരും നമ്മളെ, എന്താ സംഭവിച്ചത്, ആ ജോയിന്റ് ഇരിക്കേണ്ട സ്ഥലത്തല്ല, മാറിപ്പോയി. എന്നിട്ട് മേശപ്പുറത്തിരിക്കുന്ന ആ പ്ലാസ്റ്റിക് കൊണ്ടുള്ള ജോയിന്റ് കാണിച്ചെന്ന് പറയും, ഇതുപോലെയാണ് ശരിക്കും ഇരിക്കേണ്ടത്, പക്ഷെ നിങ്ങളുടെ ജോയിന്റ് മാറിയിരിക്കുകയാണ്. അതിനുശേഷം ഡോക്ടർ എന്ത് ചെയ്യും? ആ ജോയിന്റ് പിടിച്ചിട്ട് അവിടെ കെട്ടിവെക്കും. കെട്ടിവെച്ചിട്ട് കുറച്ചുനാൾ കെട്ടിവെക്കാൻ പറയും. അതിന് ശേഷം ഇത്ര ദിവസം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? ആ കെട്ട് അഴിക്കണം. എന്നിട്ട് ഈ കൈ പിന്നെ മൂവ്മെന്റ് കറക്റ്റ് ആകാൻ വേണ്ടി ചില എക്സസൈസുകൾ പറഞ്ഞു തരും. അത് ചെയ്ത് ഇത്ര കാലം ചെയ്യുമ്പോൾ കൈ പൂർവ്വസ്ഥിതിയിലാവും. ഇപ്പൊ ഡോക്ടർ ചെയ്യുന്ന പരിപാടി എന്താണ്? സ്ഥാനഭ്രംശം സംഭവിച്ച ആ ജോയിന്റിനെ എന്താണ് അവിടെ സംഭവിച്ചെന്ന് കൃത്യമായി കാണിച്ചു തരികയും എങ്ങനെയാണ് ശരിയായിട്ട് ഇരിക്കേണ്ടതെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും മാത്രമല്ല, അത് ശരിയാക്കി അത് അവിടെ തന്നെ സ്ഥിരമായി ഇരിക്കത്തകളിൽ ഫിറ്റ് ചെയ്തതിന് ശേഷം അതങ്ങനെ തുടരാൻ ആവശ്യമായിരിക്കുന്ന പരിശീലനവും നൽകും, ഒരു എക്സസൈസും പറഞ്ഞു. ഇതവിടെ പറഞ്ഞത് ദൈവത്തിന് വചനം എങ്ങനെയാണ് ഒരു മനുഷ്യനെ തികഞ്ഞവനാക്കുന്നത്?
അവന് ഉപദേശം, ട്രൂ ഡോക്ട്രിൻ, എന്താണ് നമ്മൾ വിശ്വസിക്കുന്നത് മാത്രമല്ല, നാം എങ്ങനെയാണ് ജീവിക്കേണ്ടത്, നാം എന്താണ് ചെയ്യേണ്ടത്, അതാണ് ഡോക്ട്രിൻസ് അല്ലെ. ഈ ഉപദേശങ്ങൾ നമുക്ക് പഠിക്കാൻ മാത്രമുള്ളതല്ല കേട്ടോ, ഉപദേശങ്ങൾ ജീവിക്കാനുള്ളതാണ്. അത് ബൈബിളിലുണ്ട്. മനുഷ്യരായ നമ്മൾ എന്ത് വിശ്വസിക്കുന്നത് മാത്രമല്ല, നാം എന്ത് ചെയ്യണം എന്നുള്ളതാണ് ബൈബിളിലെ ഡോക്ട്രിൻസ്. അത് പറഞ്ഞു തരും. മാത്രമല്ല, നമ്മൾ എവിടെയാ തെറ്റിക്കിടക്കുന്നത് കൃത്യമായിട്ട് എന്ത് ചെയ്യും? ശാസ്ത്ര എന്ന് പറഞ്ഞ് വടക്ക് പറച്ചിലല്ല, കൺവിക്റ്റിംഗ്, അല്ലെങ്കിൽ നമുക്ക് എവിടെയാ, നമ്മൾ ഇവിടുന്ന് ഇതിൽ നിന്ന് എവിടെയാണ് സ്ഥാനഭ്രംശം സംഭവിച്ചു കിടക്കുന്നത്, അത് കൃത്യമായി വെളിച്ചം വീശി നമ്മുടെ ജീവിതത്തിലേക്ക് വെളിച്ചം വീശി നമ്മൾ എവിടെയാണ് പെശകി കിടക്കുന്നത്, എന്നിട്ട് എന്താണ് ശരിയാക്കേണ്ടത് അത് ശരിയാക്കി തരും. മാത്രമല്ല, നീതിയിലെ അഭ്യാസം, ആ ശരിയായി പ്രവർത്തിക്കാൻ, സ്ഥിരമായി പ്രവർത്തിക്കാൻ ആവശ്യമായിരിക്കുന്ന ട്രെയിനിങ്ങും നൽകുവാൻ വകയുള്ള സഫിഷ്യന്റ് ആണ് ദൈവത്തിന്റെ വചനം. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഒരു മനുഷ്യനെ നമുക്കറിയാം, നമുക്ക് ഒരുപാട് കുറവുണ്ടെന്ന് പറയില്ലേ, ആ കുറവുള്ള പാപിയായിരിക്കുന്ന മനുഷ്യനെ രക്ഷിച്ച് അവനെ നല്ലവനാക്കി അവൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സകല സൽപ്പുകളും ചെയ്യത്തക്ക നിലയിൽ അവനെ എക്വിപ്പ് ചെയ്യാൻ തക്കോണം ദൈവത്തിന്റെ വചനത്തിൽ സാധിക്കും. അത്രത്തോളം സാധ്യതയാണ് രൂപാന്തരത്തിന്റെ സാധ്യത എന്ന് പറയുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ദൈവത്തിന്റെ വചനത്തിന്റെ പഠിക്കാനും ശ്രദ്ധിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും അനുസരിക്കാനും തുടങ്ങിയാൽ നമ്മൾ ആരാകുമെന്ന് ചോദിച്ചാൽ, കുറച്ചു കാലം കഴിയുമ്പം വളരെ മച്ചുറായിരിക്കുന്ന, വളരെ പക്വതയുള്ള നല്ല വ്യക്തികളായി, മനുഷ്യർക്ക് ഉപകാരികളായി തീർച്ചയായിട്ടും മാറുന്ന നിലയിലേക്ക് നമുക്ക് വളരാൻ തീർച്ചയായിട്ടും സാധിക്കും. അതുകൊണ്ട് ദൈവത്തിന് ധാരാളം ശരിയായ നിലയിൽ കേൾക്കുകയും ആ വചനം പറയുന്ന കറക്ഷൻസ് സ്വീകരിച്ച് നമ്മുടെ ജീവിതത്തിൽ അനുസരിച്ചത് പ്രായോഗികമാക്കുമ്പോൾ തീർച്ചയായിട്ടും തികഞ്ഞൊരു മനുഷ്യനാകാൻ, ഒരു പെർഫെക്റ്റ് അല്ലെ. നമ്മൾ സാധാരണ ഈ വ്യക്തിത്വ വികസനം എന്ന് പറയുന്ന ക്ലാസ്സിനൊക്കെ ഫീസ് കൊടുത്ത് ചേരാറല്ലേ. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് കോഴ്സുകളൊക്കെ ഉണ്ട്, ഷോർട്ട് ടൈം കോഴ്സുകളൊക്കെ ഉണ്ട്. നല്ല എത്ര ഫീസ് പറഞ്ഞാലും ചേരും. എന്താണ്? നമ്മുടെ വ്യക്തിത്വം ശരിയാണ്. വ്യക്തിത്വം ശരിയാനുള്ള വഴി ഇതാണ്. ദൈവത്തിനെ കേട്ട് ദൈവവചനത്തിന്റെ ബോധ്യങ്ങൾക്കനുസരിച്ച് ക്രമപ്പെടുത്തി നാം അതിൽ തുടർന്നാൽ എല്ലാ മനുഷ്യർക്കും സ്വീകാര്യരായിരിക്കുന്ന നല്ല ഒന്നാന്തരം വ്യക്തികളാക്കി, നല്ല മനുഷ്യരാക്കി ദൈവത്തിന് നമ്മൾ രൂപാന്തരപ്പെടുത്തും. രണ്ടാമത്, ഈ ദൈവത്തിന് വചനത്തിൽ വരുത്താൻ കഴിയുന്ന രൂപാന്തരം, ഒരുപക്ഷെ ഇതിൽ തന്നെ എല്ലാം ഉണ്ടെങ്കിൽ ഞാൻ കുറച്ചുകൂടെ വിശദമായിട്ട് പറയുകയാണ്. ദൈവത്തിന് വരെ നമ്മളെ ബുദ്ധിയും ജ്ഞാനവും വിവേകമുള്ള മനുഷ്യരാക്കി തീർക്കും. നമുക്ക് ബുദ്ധി കുറവാണോ? വിവേകം കുറവാണെന്ന് ചിന്തിക്കുന്നുണ്ടോ? വേണ്ട പ്രായോഗിക ജ്ഞാനം, വിസ്ഡം നമുക്കില്ലെന്നാണ് ചിന്തിക്കുന്നത്. ദൈവത്തിന് വരെ നന്നായി കേൾക്കുകയും മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്താൽ ദൈവം നമ്മളെ ബുദ്ധിമാന്മാരും വിവേകികളും ജ്ഞാനമുള്ള മനുഷ്യന്മാരും. ധാരാളം വാക്യങ്ങളെ സംബന്ധിച്ചാണ്, ചില വാക്യങ്ങൾ ഓടിച്ച് വായിച്ച് കേൾപ്പിക്കാം. സങ്കീർത്തനം 19:7 വാക്യം, യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്, അത് പ്രാണനെ തണുപ്പിക്കുന്നു. യഹോവയുടെ സാക്ഷ്യങ്ങൾ വിശ്വാസ്യമാകുന്നു, അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു. അല്പബുദ്ധിയെ അത് ജ്ഞാനിയാക്കും. എന്താണ്? ദൈവത്തിന്റെ അല്ലെങ്കിൽ ന്യായപ്രമാണം അഥവാ ദൈവത്തിന്റെ വചനം തികവുള്ളതാണ്. നമ്മളെ തണുപ്പിക്കുന്നു മാത്രമല്ല, അത് വിശ്വാസ്യമാണെന്ന് മാത്രമല്ല, അത് അല്പബുദ്ധികളായ മനുഷ്യരെ ജ്ഞാനികളാക്കി തീർക്കുന്നു. അപ്പൊ ജ്ഞാനം കുറവാണോ? ബുദ്ധി കുറവാണോ? ദൈവത്തിനോട് നന്നായി പഠിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന വ്യക്തികൾ വലിയ ബുദ്ധിമാന്മാരായിട്ട് അറിയപ്പെടൽ, വലിയ ബുദ്ധിയുള്ള മനുഷ്യരായിട്ട് മാറും. മത്തായി സുവിശേഷം 7:24 വാക്യം, കർത്താവ് അങ്ങനെ വീട് പണിയുന്ന ഉദാഹരണം പറയുമ്പോൾ പറയുകയാണ്, ആകയാൽ എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യരോട് തുല്യനാകുന്നു. വചനം കേട്ട് അനുസരിച്ചാൽ മതി. നമുക്ക് ജന്മന വലിയ ഐക്യൊന്നും വേണമെന്നില്ല, ഭയങ്കര അല്ല, അതൊന്നും വേണമെന്നില്ല. സിമ്പിളി എന്ത് ചെയ്താൽ മതി? വചനം ജീവിതത്തിൽ അങ്ങ് അനുസരിച്ച് മുന്നോട്ട് പോയാൽ നമ്മുടെ അയൽവാസികൾ വരും, അവൻ ഭയങ്കര ബുദ്ധിയുള്ള, ബുദ്ധി എന്ന് പറയരുത് കേട്ടോ, നല്ല ബുദ്ധിയുള്ള ജ്ഞാനമുള്ള വിവേകമുള്ള മനുഷ്യനാണ് പറയാനിടയും. കുറച്ചു കാലം മുന്നോട്ട് പോകട്ടെ. ദൈവത്തിനും അനുസരിച്ച് പോകുമ്പോൾ എന്തുകൊണ്ടാണെന്നറിയോ? ഈ ദൈവത്തിന്റെ വചനം ദൈവം നൽകിയപ്പോൾ അതിന് പിന്നിൽ എന്തുണ്ട്? ദൈവത്തിന്റെ സർവജ്ഞാനത്തിലാണ് ഇത് അല്ലേ? അത് പെർഫെക്റ്റ് ആണ്. ദൈവത്തിന് എങ്ങനെയാണ്? അത് നമ്മൾ ഇച്ചിരി വായിച്ചു, ദൈവത്തിന് തികവുള്ളതാണ്. ആ തികവുള്ള വചനം നാം അനുസരിച്ചാൽ നമുക്ക് പെശക് പറ്റുമോ? ലോകത്തിലേക്കും വെച്ച് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ബുദ്ധി എന്താണെന്നറിയോ? ദൈവവചനം പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുക. നമുക്ക് വലിയ ബുദ്ധിയൊന്നും ഇല്ലെങ്കിലും നീ അനുസരിക്കുന്ന കാര്യത്തിന്റെ വരും വരകൾ അത്രയൊന്നും മനസ്സിലായാലും ചെയ്യുക, സിമ്പിളി അങ്ങ് ഒബേ ചെയ്യുക, അനുസരിക്കുക. അത് നമ്മളെ ബുദ്ധിമാന്മാരാക്കും. അവരെങ്ങനെയായിരിക്കും? ആഴെ കുഴിച്ച് പാറമേൽ അടിസ്ഥാനം വിട്ട് വീട് പണിത മനുഷ്യൻ. നമുക്കറിയാലേ, കാറ്റ് വന്നു, കോള് വന്നു, ആ വീടിന് മേലടിച്ചു, ആ വീട് നിന്നു. കാരണം എന്താണ്? വചനം അനുസരിക്കുന്നവൻ അങ്ങനെയാണ്. ജീവിതത്തിലെ പ്രതിസന്ധികളിൽ, പ്രതികൂലങ്ങളിൽ എന്താണ് ചെയ്യേണ്ടെന്ന് അറിയാതെ മനുഷ്യൻ നാൽക്കാലുകളിൽ പകച്ചു നിൽക്കുമ്പോൾ ദൈവവചനം അനുസരിക്കുന്ന മനുഷ്യൻ എന്ത് അറിയോ? അവർ കൂളായിട്ട് തിരഞ്ഞെടുക്കുന്ന വഴി തിരഞ്ഞെടുത്ത് ദൈവവചനം പറയും, അങ്ങനെ തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോകും. അവൻ ബുദ്ധിമാനായിട്ട് കാണപ്പെടും, അല്ലെ അറിയപ്പെടും. സങ്കീർത്തനം 119:98 വാക്യം ഇങ്ങനെയാണ്,
നിന്റെ കൽപ്പനകൾ എന്നെ ശത്രുക്കളെക്കാൾ ബുദ്ധിമാനാക്കുന്നു. അവ എപ്പോഴും എൻ്റെ പക്കലുണ്ട്. അല്ലെ, ശത്രുക്കളുടെ കരുനീക്കങ്ങൾ നമുക്കറിയാം, നമ്മളെ തകർക്കാനുള്ളത് അല്ലെ. വളരെ ബുദ്ധിയോടെ കരുക്കൾ നീക്കുന്നവരാണ് ശത്രുക്കൾ. പക്ഷെ ഇവിടെ എന്താ പറയുന്നത്? ഈ നിന്റെ ദൈവത്തിന്റെ വചനം അല്ലെങ്കിൽ ദൈവത്തിന്റെ കൽപ്പനകൾ എന്നെ എൻ്റെ ശത്രുക്കളെക്കാൾ, നമ്മൾ പറയാറുള്ളൂ അവൻ അല്ലെ, മരത്തെ കണ്ടപ്പോൾ നമ്മൾ എവിടെ കണ്ടു? അത് മാനത്ത് കണ്ടതുപോലെ നമുക്ക് ഈ പറഞ്ഞ ആളുകളുടെ തെറ്റായിരിക്കുന്ന നീക്കങ്ങളും തെറ്റായിരിക്കുന്ന ഉദ്ദേശങ്ങളും ഒക്കെ തിരിച്ചറിയാനും വിവേകത്തോടെ അത് ഒഴിഞ്ഞു പോകാനുള്ള ബുദ്ധി ആര് തരുമെന്നറിയോ? ദൈവം നമുക്ക് തീർച്ചയായിട്ടും അനുസരിച്ച് പോകുന്ന വ്യക്തികൾക്ക് അങ്ങനെ ബുദ്ധി ദൈവം തീർച്ചയായിട്ടും തരും. വീണ്ടും പറയുകയാണ് സങ്കീർത്തനം 119:99, നിന്റെ സാക്ഷ്യങ്ങൾ എന്റെ ധ്യാനമായിരിക്കൊണ്ട് എന്റെ സകല ഗുരുക്കന്മാരിലും ഞാൻ ബുദ്ധിമാനാകുന്നു. ഗുരുവിനെ പോലെ ആകുന്ന ശിഷ്യന് മതി എന്നാണ് സാമാന്യ വചനം. ഇവിടെ എന്താ പറയുന്നത്? നമ്മുടെ ഒരുപക്ഷെ ലോകത്തിലെ പല ഗുരുക്കന്മാരെക്കാൾ നാം ബുദ്ധിമാന്മാരായി തീരും. എങ്ങനെയാണ്? ദൈവത്തിന് പരം നിരന്തരമായി ധ്യാനിക്കുന്ന മനുഷ്യൻ അവന്റെ ലോകപ്രകാരമുള്ള ഗുരുക്കളായിരിക്കാം, ഗുരുക്കന്മാരെക്കാൾ എന്തായി തീരും? അവൻ ബുദ്ധിമാനായി തീരും എന്നാണ് വചനം പറയുന്നത്. വീണ്ടും സങ്കീർത്തനം 119 100-ാമത്തെ വാക്യം, നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കിയാൽ ഞാൻ വയോധികന്മാരിലും വിവേകമേറിയവനാകുന്നു. സാധാരണ വിവേകം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? പല തട്ടും മുട്ടും ഒക്കെ കിട്ടിയ അല്ലെ, കുറെ പരാജയങ്ങളും കുറെ പ്രശ്നങ്ങളൊക്കെ കടന്നുപോയി അവസാനം നമ്മൾ തിരിച്ചറിവിലേക്ക് വരും. അതാണ് വിവേകം അല്ലെ. ചില തിരിച്ചറിവിലേക്കും അത് വിവേകം. അത് എപ്പോഴാണ് ഉണ്ടാകുന്നത്? മിക്കവാറും കുറെ നഷ്ടവും കുറെ കഷ്ടവും കുറെ പ്രയാസങ്ങളുടെ ഒടുവിലാണ് വിവേകം. എന്നാൽ ഇവിടെ പറയുന്നത് അങ്ങനെയല്ല. ഇവിടെ പ്രായം പ്രശ്നമല്ല കേട്ടോ. ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാർക്കൊക്കെ ഇത് സ്വായത്തമാക്കുന്നതാണ്. നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കയാൽ ഞാൻ വയോധികന്മാരിലും വിവേകമേറിയവൻ. ദൈവത്തിന് അവനും അനുസരിക്കുന്നുവെങ്കിൽ ഞാൻ ബുദ്ധിമാന്മാരും ജ്ഞാനമുള്ളവരും ഡിസൈൻമെന്റ് കാര്യങ്ങളെ വകതിരിച്ച് മനസ്സിലാക്കാത്ത കോണം വിവേകമതികളായി തീരുമെന്നാണ് ദൈവത്തിന് മഹത്വം. അപ്പൊ എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിയുള്ള ജ്ഞാനമുള്ള വിവേകമുള്ള മനുഷ്യരായി രൂപാന്തരപ്പെടുത്തുവാൻ ദൈവത്തിന്റെ വചനത്തെ അനുസരിക്കുന്ന സ്വീകരിക്കുന്ന മനുഷ്യർക്ക് ഇടയായിത്തീരും. അത്രത്തോളം സാധ്യത ദൈവവചനത്തിന്റെ രൂപാന്തരത്തിനുണ്ട് എന്ന് നാം തീർച്ചയായിട്ടും മനസ്സിലാക്കാം. മൂന്നാമത് നമ്മളെ എത്രത്തോളമൊക്കെ വ്യത്യാസം വരുത്തും എന്ന് ചോദിച്ചാൽ അത് നമ്മളെ വിശുദ്ധിയിൽ വളർത്തും. ദൈവത്തിന്റെ വചനം നമുക്കറിയാം, നമ്മളെ വിളിച്ചിരിക്കുന്നതാണ്. നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിശുദ്ധിനൊത്തവണ്ണം എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിൻ. ഒരു സ്ഥലത്ത് നിന്നാണ് ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി വിശുദ്ധിയെ തികച്ചുകൊള്ളുവിൻ. ഈ വിശുദ്ധിയിലുള്ള പുരോഗതി എന്ന് പറയുന്ന ദൈവത്തിന് ഒരുപാട് നേരിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. സങ്കീർത്തനം 119:9 വാക്യം നമ്മൾ പിള്ളേരെ പഠിപ്പിക്കുന്ന വാക്യമാണ്, നമ്മളും പഠിച്ചിരിക്കേണ്ട വാക്യമാണത്. ബാലൻ തന്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. നമ്മുടെ നടപ്പ് നിർമ്മലമാകുന്ന എപ്പോഴാണെന്നറിയോ? എങ്ങനെയാണെന്നറിയോ? ദൈവത്തിന്റെ വചനപ്രകാരം നമ്മുടെ നടപ്പ് ക്രമീകരിക്കുമ്പോൾ. ബാലൻ തന്റെ നടപ്പ് നിർമ്മലമാകുന്ന നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്ന, നിന്റെ വചനപ്രകാരം നടപ്പ് അഥവാ ജീവിതം ക്രമീകരിക്കുമ്പോൾ സൂക്ഷിക്കുമ്പോൾ ആ മനുഷ്യൻ എന്താ എങ്ങനെ തീരും? അവൻ തന്റെ ജീവിതത്തിന്റെ നടപ്പ് നിർമ്മലയിൽ അവൻ നിർമ്മലനായി തീരും. സങ്കീർത്തനം 119:101 വാക്യം ഇങ്ങനെയാണ്, നിന്റെ വചനം പ്രമാണിക്കേണ്ടതിന് ഞാൻ സകല ദുർമാർഗത്തിൽ നിന്നും കാൽ വിലക്കുന്നു. ദൈവവചനം വായിക്കുകയും ദൈവവചനം അനുസരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ കാൽ അങ്ങനെ ദുർമാർഗത്തിലേക്ക് ചവിട്ടാൻ നോക്കാൻ ചെയ്യും, അത് പെട്ടെന്ന് പിൻവലിക്കും. അവനെ സഹായിക്കുന്ന എന്താണ്? അത് ദുർമാർഗമാണ്, നിനക്ക് യോഗ്യമല്ല, നിനക്ക് നല്ലതല്ല, അത് വലിക്കാൻ അവനെ പറഞ്ഞു. ഞാൻ ദൈവത്തിന് വചനം നിന്റെ വചനം പ്രമാണിക്കേണ്ടതിന് ഞാൻ സകല ദുർമാർഗത്തിൽ നിന്നും കാൽ വിലക്കുന്നു. ദുർമാർഗത്തിലേക്ക് പോകാതെ അശുദ്ധിയിലേക്ക് പോകാതെ നമ്മളെ തടയുവാൻ തക്കവണ്ണം, ഇവരെന്നാൽ പറഞ്ഞാൽ വിശുദ്ധിയിൽ നമ്മെ വളർത്തുവാൻ തക്കവണ്ണം തീർച്ചയായിട്ടും ദൈവത്തിന്റെ വചനത്തിന് സാധിക്കും. ഒരു മനുഷ്യന് പാപത്തിൽ തുടരുകയും ദൈവവചനം കേട്ട് മുന്നോട്ട് പോയി ചെയ്യുക എന്ന് പറഞ്ഞാൽ അധികം കാലം നടക്കില്ല. പാപത്തിൽ കണ്ടിന്യൂ ആണ്, തുടരുകയാണ്. ഒപ്പം ഇങ്ങനെ വചനം കേട്ട് പോവുകയാണ്. ഒത്തിരി നാൾ മുന്നോട്ട് പോകാൻ പറ്റില്ല. ഏതെങ്കിലും ഒന്ന് നിർത്തും. ഏതാണ് നിർത്തുന്നത്? ഒന്നുകിൽ ഈ ദൈവവചന കേൾവിയും വായനയെല്ലാം നിർത്തും, പരിപാടി ക്ലോസ് ചെയ്യും. അല്ലെങ്കിൽ ഈ പറഞ്ഞ തെറ്റായ നടപ്പ് നിർത്തും, എന്നിട്ട് ദൈവവചനത്തിന് പിന്നാലെ പോകും. രണ്ടും കൂടെ ഒരുമിച്ച് ഒരുപാട് കാലം മുന്നോട്ട് പോകാൻ സാധിക്കില്ല. എഫേസ്യർ 5:26 വാക്യപ്രകാരമാണ്, അവൻ അവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കണം. ദൈവം കർത്താവായ യേശുക്രിസ്തു തന്റെ സഭയെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതാണ്, വചനമാകുന്ന വെള്ളം കൊണ്ട് അങ്ങനെ അനുദിനം കഴുകിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ്? കർത്താവിന്റെ നാളിലേക്ക് നമ്മളെ ശുദ്ധയും കളങ്കമില്ലാത്തോട് നിർത്തേണ്ടതിന് എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്?
ദൈവത്തിന്റെ വചനമുള്ള കഴുകൽ അങ്ങനെ നിരന്തരം നമ്മളിൽ കർത്താവ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഇതുമൊക്കെ മുഖാന്തരമാണ്, നമ്മൾ കഴുകാനുള്ള മുഖാന്തരമാണ്. അങ്ങനെ കഴിവ് വെടിപ്പാക്കി കർത്താവ് നമ്മൾ എങ്ങനെ ആക്കണം? നിർമ്മലരാക്കുവാൻ തക്കോണം ദൈവവചനത്തിന്റെ ശുശ്രൂഷ, ദൈവവചനത്തിന്റെ വായന, കേൾവി, പഠനമൊക്കെ തീർച്ചയായിട്ടും നമ്മളെ സഹായിക്കും. ഒരിക്കലും ഒരു സോദരൻ ഇങ്ങനെ പറഞ്ഞു, ഉദാഹരണങ്ങളൊക്കെയാണ്. അപ്പം സോദരൻ പ്രായമുള്ള സോദരനാണെന്ന് പറഞ്ഞു, ഞാൻ വചനം വായിച്ചിട്ടും ഇങ്ങനെ ബൈബിൾ ക്ലാസ് കേട്ടു ഒന്നും മനസ്സിൽ തങ്ങുന്നില്ല സോരാന്ന് പറഞ്ഞു. ഈ ചൂരക്കൊട്ടയില്ലേ, ചൂരക്കൊട്ടയ്ക്കകത്ത് വെള്ളം കോരുന്നവരെയാന്ന് പറഞ്ഞു. അതിന് ശേഷം പറഞ്ഞു, എന്നാലൊരു ഗുണമുണ്ട്, എല്ലാ ബൈബിൾ ക്ലാസ്സും വരും, ബൈബിൾ എല്ലാ ദിവസവും വായിക്കും, ഒന്നും മനസ്സിലില്ല. പിന്നെ ഒരു ഗുണമുണ്ട്, കൊട്ട എപ്പോഴും വൃത്തിയായിരുന്നു. ഇത് മുക്കിപ്പൊക്കുവാണല്ലോ, എപ്പോഴും ഈ വെള്ളത്തിൽ മുക്കിപ്പൊക്കുന്നത് കൊട്ട വൃത്തിയായിരിക്കും. ദൈവത്തിനോനം നമുക്ക് ചിലപ്പോൾ പ്രായമുള്ളവർ കാണും, അയ്യോ ഈ ചെറുപ്പക്കാർ ഓർത്തിരിക്കുന്നവർ അതിനൊന്നും ഓർമ്മയില്ല. ഇന്നിപ്പോ ഈ ക്യാമ്പ് കഴിയുമ്പോൾ പുറത്തോടങ്ങുമ്പോൾ എന്താ എനിക്ക് ഓർമ്മയില്ല സോറി, ഞാൻ എന്തിനാ വെറുതെ ക്യാമ്പിന് വരണം കേട്ടോ. ഇരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നറിയോ, ഇതിങ്ങനെ കേട്ട് ഉള്ളിക്കട കടന്നു പോകുമ്പോൾ ഇവിടെ എന്ത് നടക്കും? ഒരു കഴുകൽ നടക്കും, ഒരു ശുദ്ധീകരണം നടക്കും. നമ്മളെ ശുദ്ധീകരിച്ച് എന്നും വിശുദ്ധമായാലും ഈ ശുദ്ധിയിൽ നിലനിൽക്കാൻ നമ്മളെ സഹായിക്കാൻ തക്കോണം പര്യാപ്തമാണ് ദൈവത്തിന്. ആ നിലയിൽ വിശുദ്ധിയിൽ നമുക്ക് പുരോഗമിക്കാൻ, വളരുവാൻ ദൈവത്തിന് വരെ നമ്മളെ തീർച്ചയായിട്ടും സഹായിക്കും. വിശുദ്ധിയിൽ ഇവിടെ എവിടം വരെ? വിളിച്ച വിശുദ്ധന് ഒത്തവണ്ണം എല്ലാ നടപ്പിലും വിശുദ്ധരാകുവാൻ, അത്രത്തോളം രൂപാന്തരപ്പെടുത്തുവാൻ ദൈവത്തിന് വനം മതിയായതാണ്. അത് നമ്മളെ രൂപാന്തരപ്പെടുത്തുക തന്നെ ചെയ്യും. വീണ്ടും പറയാനുള്ളത്, നമ്മുടെ ബന്ധങ്ങളെ ഊഷ്മളമാക്കും. നമ്മുടെ ബന്ധങ്ങൾ അല്ലെ, നമ്മളെല്ലാം അല്ലെ ഇൻഡിവിജ്വൽസ് ആണ്. നമുക്ക് എന്തിൽ ആരുടെ ബന്ധമുണ്ട്? ഒരുപാട് ബന്ധങ്ങളുണ്ടല്ലേ. ഭാര്യ ഭർത്തൃ, കല്യാണം കഴിച്ചവരാണെങ്കിൽ ഭാര്യ ഭർത്തൃ ബന്ധമുണ്ട്, സഹോദരന്മാർ തമ്മിൽ ബന്ധമുണ്ട്, സഭയിലെ സഹോദരന്മാർ തമ്മിൽ ബന്ധമുണ്ട്, മാതാപിതാക്കന്മാരും മക്കളും തമ്മിൽ ബന്ധമുണ്ട്, നമുക്ക് സമൂഹത്തിലെ വ്യക്തി ബന്ധങ്ങളുണ്ട്, തൊഴിലിടങ്ങളിൽ ഉടമയും ജോലിക്കാരും അങ്ങനെ ബന്ധങ്ങളുണ്ട്. ഒരുപാട് ബന്ധങ്ങളുള്ള അല്ലെ, ഈ ബന്ധങ്ങളെല്ലാം കൂടെ നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു ബന്ധമില്ല നമുക്ക് ജീവിക്കാൻ പറ്റില്ല അല്ലെ. സാമൂഹികമായിട്ട് കണ്ടുപിടിച്ചല്ലേ, നമ്മൾ സാമൂഹിക ജീവിയാണ്. സമൂഹത്തിലെ ജീവിക്കുന്ന ഒരുപാട് ബന്ധങ്ങൾ. ഈ ബന്ധങ്ങളെല്ലാം മെച്ചപ്പെടുവാൻ, അതാ ഊഷ്മളമാകുന്ന നിലയിലേക്ക് വളർത്തുവാൻ ദൈവത്തിന്റെ വചന കേൾവി അല്ലെങ്കിൽ ദൈവവചനം നമ്മളെ തീർച്ചയായിട്ടും സഹായിക്കും. ഒരിക്കല് ഒരു സഹോദരൻ ഇങ്ങനെ പറഞ്ഞു, സോറി സ്നേഹം എന്നൊക്കെ പറഞ്ഞ എന്താന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ആ സോദരൻ ഇവിടെ ഇരിപ്പുണ്ട്, കൈപൊക്കണ്ട. പറഞ്ഞു, എനിക്ക് കാശായിരുന്നു പ്രധാനപ്പെട്ടത്. ആരെന്ത് ചത്തെന്ന് പറഞ്ഞാലും കാശുണ്ടാക്കാൻ വഴിയുണ്ടെങ്കിൽ ഞാൻ ആ വഴിക്ക് പോകും. അതിനുശേഷം പുള്ളി രക്ഷിക്കപ്പെട്ടു. കുറെ കാലം കഴിഞ്ഞ് അതിനൊക്കെ പഠിച്ചു സോര ഇപ്പം എനിക്ക് ഭാര്യ മക്കളെന്ന് കേൾക്കുമ്പോൾ ഇവിടെ ഒരു വല്ലാത്ത ഒരു പെട്ടെന്ന് അങ്ങ് ഫീൽ ചെയ്യാന്നാണ്, ചിലപ്പോൾ കണ്ണുനീര് വരിക എന്നാണ്. എന്താ വ്യത്യാസം വരുത്തിയത്? വചനം വരുത്തിയ രൂപ. തന്റെ ഹൃദയത്തിൽ സ്നേഹം എന്ന് പറഞ്ഞാൽ അറിയില്ലായിരുന്നു, താല്പര്യമില്ലായിരുന്നു. തന്റെ ഹൃദയത്തെ മതിച്ച കാര്യങ്ങൾ മറ്റു പലതുമായിരുന്നു. എന്നാൽ വചനം തന്റെ ഉള്ളിലേക്ക് വന്നപ്പോൾ കഠിന ഹൃദയനായിരുന്ന ആ മനുഷ്യന്റെ ഹൃദയത്തെ അത് വളരെ 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 സോഫ്റ്റ് ആക്കി തീർത്തിട്ട് താനിപ്പം ചിലപ്പം ആ ബന്ധങ്ങളിലേക്ക് പറയാൻ കരയും. അമ്മയെ കുറിച്ചൊക്കെ പറയാൻ കരയ പുള്ളിക്കാരൻ. അത്രത്തോളം വ്യത്യാസം വരുത്തി. എന്താണ് ബന്ധങ്ങളുടെ മാറ്റ് വർദ്ധിപ്പിച്ചെന്താണെന്നറിയോ? വചനം വരുത്തിയ രൂപാന്തരമാണ്. തൊഴിലിടങ്ങളിൽ അല്ലെ, തൊഴിലിടങ്ങളിലൊക്കെ എങ്ങനെയാണ്? ഉടമസ്ഥന്മാരോ നമുക്കുള്ള ബന്ധം, അവർക്ക് നമ്മളല്ലേ, നമ്മളൊരു ഉടമയാണെങ്കിലോ ആ ബന്ധങ്ങളെല്ലാം മെച്ചപ്പെടും കേട്ടോ. ബൈബിളിൽ അങ്ങനെ പറയുന്ന ധാരാളം വാക്യങ്ങളുണ്ടല്ലോ അല്ലെ, ഒരുപാട് വാക്യമുണ്ട്. എങ്ങനെയാണ്? യജമാനന്മാരെ സ്വർഗത്തിൽ നിങ്ങൾക്ക് യജമാനനുസരിച്ച് ചെയ്യണം, ദാസന്മാരോട് വളരെ കരുണയായിട്ട് ഇടപെടണം അല്ലെ. ദാസന്മാരെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളെ വിശ്വാസിയായ യജമാനന്മാർക്ക് കുറച്ചുകൂടെ നന്നായിട്ട്, വിശ്വാസിയാണെങ്കിൽ കുറച്ചുകൂടെ എന്ത് ചെയ്യണം? കുറച്ചുകൂടെ മെച്ചപ്പെട്ട സേവനം ചെയ്യണം. അദ്ദേഹത്തെ പറ്റിക്കുകയല്ല വേണ്ടത്, കുറച്ചുകൂടെ നല്ല അല്ലെ ബന്ധം. മക്കളോട് എന്ത് പറയാണ്? നിങ്ങളുടെ മാതാപിതാക്കന്മാർ എന്ത് ചെയ്യണം? സകലത്തിലും അനുസരിക്കണം. അവര് ബുദ്ധിമാന്മാരായതുകൊണ്ടോ അങ്ങനെ വലിയ പ്രഗത്ഭരായതുകൊണ്ടല്ല, മാതാപിതാക്കന്മാരായത് എന്ത് ചെയ്യണം? അവർ നിങ്ങളുടെ അപ്പനും അമ്മയാണ് എന്ത് ചെയ്യണം? അനുസരിക്കണം. പേരൻസിനോട് എന്ത് പറയണം? നിങ്ങളുടെ മക്കളെ പ്രകോപിപ്പിക്കരുത് എന്ന് പറഞ്ഞതാണ്. അവർക്ക് നിങ്ങളിലുള്ള ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നില്ല, നിങ്ങളോട് പെരുമാറരുത്, മാതൃകയായിരുന്നാൽ അങ്ങനെ പെരുമാറണം എന്ന് പറഞ്ഞാൽ ഭാര്യ പറഞ്ഞതാണ്, ഭർത്താക്കന്മാർക്ക് ഭാര്യമാര് കീഴടങ്ങിയിരിക്കണം. കീഴടക്കാനല്ല, സ്വയം കീഴടങ്ങാനുള്ള മനോഭാവം. മാത്രമല്ല ഭർത്താക്കന്മാരെയാണ് സ്വന്തം ശരീരങ്ങളെ പോലെ ഭാര്യമാരെ സ്നേഹിക്കുന്നതിലേക്ക് ബന്ധങ്ങളെല്ലാം വളരെ ഊഷ്മളമാക്കുവാൻ തക്കോണം ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ രൂപാന്തരപ്പെടുത്താൻ സാധിക്കും. സമൂഹത്തിലെ ബന്ധങ്ങൾ അങ്ങനെ തന്നെയാട്ടോ. അയൽ ബന്ധങ്ങൾ, തൊഴിലിടത്തിലെ ബന്ധങ്ങൾ, സഹപാഠിലെ ബന്ധങ്ങളൊക്കെ മാറ്റം വരും. അങ്ങനെ മാറ്റം വന്ന ഒരുപാട് വ്യത്യാസങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ വരുത്തുവാൻ തക്കോണം ദൈവത്തിന്റെ വചനം തീർച്ചയായിട്ടും പര്യാപ്തമാണ് എന്ന് മനസ്സിലാക്കുക. ഫിലിപ്പിലേഖനത്തിൽ പറഞ്ഞ വാക്യം ഇങ്ങനെയാണ്: അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു. ദൈവത്തിന് വചനം അനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തി
അവന്റെ ചുറ്റുമുള്ള മനുഷ്യർ അത് വീട്ടിൽ തന്നെ ആകാം, അല്ലെങ്കിൽ സമൂഹത്തിലാകാം, കോളേജിലാകാം, ജോലിസ്ഥലത്താകാം. ആ മനുഷ്യരിൽ നിങ്ങൾ പ്രകാശമായി തരും, അവർക്ക് വഴികാട്ടിയായി തരും, അവർക്ക് മാതൃകയായി തരും. എങ്ങനെയാണ്? ജീവന്റെ വചനം പ്രമാണിക്കുന്നതിലൂടെ. പ്രിയമുള്ളവരെ, നമ്മളെ എല്ലാവരും ഒബ്സർവ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരും. നിങ്ങൾ ഒറ്റയ്ക്ക് രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ നിങ്ങളുടെ ഭാര്യയും മക്കളും നിങ്ങൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഭർത്താവും മക്കളൊക്കെ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ മകൻ മാത്രമാണെങ്കിൽ പേരൻസും നിങ്ങൾ സഹപാഠികളൊക്കെ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അവർ നിങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങള് ശ്രദ്ധിക്കുന്നുണ്ട്. അവരെ സ്വാധീനിക്കാൻ ഏറ്റവും നല്ല കാര്യം, ഏറ്റവും ശക്തിമത്തായ കാര്യം നിങ്ങളുടെ വാക്കുകളല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ രൂപാന്തരമാണ് അവരെ സ്വാധീനിക്കും. അങ്ങനെ തന്നെ പറയുന്നില്ലേ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന രൂപാന്തരം അല്ലെ, വചനം നിമിത്തം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന രൂപാന്തരം മറ്റുള്ളവരിലും വലിയ ഇൻഫ്ലുവൻസ്, വലിയ രൂപാന്തരം വരുത്തും. നിന്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ അവന് തിന്മാൻ കൊടുക്കുക. അപ്പൊ എന്ത് സംഭവിക്കും? അവന്റെ തലയില് തീക്കൽ കുതി. തലയിൽ തീ കോരി ഇടുന്നതിന് പകരാമെന്നല്ല കേട്ടോ. എന്ന് പറഞ്ഞാൽ നിന്റെ ശത്രുവായിരിക്കെ അവനൊരു അത്യാവശ്യം വന്നപ്പോൾ എന്നെ സഹായിച്ചാൽ അത് അവനെ അസ്വസ്ഥമാക്കും. അവന് നിങ്ങളുടെ മനോഭാവം എല്ലാം മാറും. അല്ലെങ്കിൽ അവന് സ്വസ്ഥത ഉണ്ടാകില്ല. അവന്റെ ഉള്ളിൽ തീയായി തീരും, അവന്റെ തലയിൽ തീയായിരിക്കും. മാനസാന്തരപ്പെട്ട് നിങ്ങൾ നിരന്നാലേ അവന് സമാധാനം കിട്ടിയുള്ളൂ. മറ്റൊരു സ്ഥലത്ത് പറഞ്ഞിങ്ങനെയാണ്, വചനം അനുസരിക്കാത്ത ഭർത്താക്കന്മാർ വചനത്തിന്റെ വഴി വരെ എന്ത് ചെയ്യണം? സഹോദരിമാരെ, ഭാര്യമാരെ, നിങ്ങളുടെ നല്ല നടപ്പ്, വചനപ്രകാരമുള്ള നടപ്പ് കണ്ടറിഞ്ഞ് വചനം കൂടാതെ അവരെന്ത് ചെയ്യും? അവർ ചേർന്ന് വരാൻ. വചനം അനുസരിച്ച് സഹോദരി ജീവിക്കാൻ തീരുമാനിച്ചാൽ വചനം അനുസരിക്കാത്ത വിശ്വാസിയാണ് അങ്ങനെ രക്ഷിക്കപ്പെടാത്ത പറഞ്ഞ അങ്ങനെ അദ്ദേഹം സ്വാധീനിക്കപ്പെടും. എന്ന് പറഞ്ഞാൽ നമ്മളിൽ ഉണ്ടാകുന്ന രൂപാന്തരം മറ്റു മനുഷ്യരിലേക്ക് ഉറപ്പായിട്ടും പകരുമെന്നാണ് ആ വാക്യത്തിൽ പറയുന്നത്. മാത്രമല്ല, വീണ്ടും അറിയാം അല്ലെ, ഒരു പുരുഷൻ വചനം അനുസരിച്ച് മുന്നോട്ട് പോയാൽ നിന്റെ ഭാര്യ നിന്റെ വീടിന്റെ അകത്ത് എങ്ങനെയായിരിക്കും? മുന്തിരിവള്ളിയാകും. മുന്തിരിവള്ളി പോലെ ആയിരിക്കും. നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും എന്ന് പറഞ്ഞാൽ അവര് അനുസരണത്തോടെ, ബഹുമാനത്തോടെ അവർ നിന്റെ മുമ്പാകെ ഉണ്ടായിരിക്കും. വചനം വരുന്ന രൂപാന്തരം നമ്മളിൽ മാത്രമല്ല, നമ്മളിൽ ഉണ്ടാകുന്ന രൂപാന്തരം അതിന്റെ അനുരണനം എന്നുള്ളതിൽ മറ്റുള്ള മനുഷ്യൻ രൂപാന്തരം വരുത്താൻ തക്കോണം ദൈവത്തിന് വനം പര്യാപ്തമാണ്. അത്രത്തോളം സാധ്യത ദൈവവനത്തിൽ വരുത്താൻ സാധിക്കും. നമ്മുടെ സമയം ചുരുക്കമാണ്. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാം. വീണ്ടും രൂപാന്തരം ദൈവത്തിന്റെ ഹിതത്തെ, എസ്പെഷ്യലി സ്പെസിഫിക് വിൽ ഓഫ് ഗോഡ് ഓർ പെർഫെക്റ്റ് വിൽ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ കൃത്യമായിരിക്കുന്ന വ്യക്തിപരമായിരിക്കുന്ന ഹിതം നമുക്ക് തിരിച്ചറിയാൻ ദൈവവനം വരുന്ന രൂപാന്തരം നമ്മളെ സഹായിക്കും. റോമാലേഖനം 12:2 വാക്യം നമുക്കറിയാം, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. എന്തിനനുസരിച്ചല്ല? ഈ ലോകത്തിനനുസരിച്ചല്ല. എന്തിനെന്ന് അവിടെ പറയുന്നില്ല. ആദ്യത്തെ 11 അധ്യായം ഒരുപാട് കാര്യം പറഞ്ഞിട്ടാണ് ഈ വാക്യം പറയുന്നത്. പറഞ്ഞാൽ ദൈവത്തിന്റെ വചനത്തിനനുസരിച്ച് നിങ്ങൾ രൂപാന്തരപ്പെടും. മനസ്സ് പുതുക്കിക്കൊണ്ടിരുന്നാൽ, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടാൽ എന്ത് തിരിച്ചറിയാനാകും? നന്മയും ദൈവത്തിന്റെ പ്രസാദവും പൂർണ്ണതയിൽ പെർഫെക്റ്റ് ആയിരിക്കുന്ന ദൈവേഷ്ടം നമ്മളേക്ക് നമുക്കറിയാം ജനറൽ വിൽ ഓഫ് ഗോഡ്. ഒരു മനുഷ്യർക്ക് ചില പൊതുവായ ഹിതം നമുക്ക് എന്ത് ചെയ്താൽ മതി? ബൈബിൾ വായിച്ചാൽ ചില കാലം ചെയ്യരുത്, ചില ചെയ്യാം. എന്നാൽ അങ്ങനെ പറയാത്ത ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ നിർണായക തീരുമാനം എടുക്കേണ്ട ചില കാര്യങ്ങളിൽ ഒരു പക്ഷെ ബൈബിൾ വാക്യം തിരക്കുന്ന അന്വേഷിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ ഒരു വാക്യം ബൈബിളില്ല. ചില പ്രമാണങ്ങളുണ്ട്, ചില സൂചന കണ്ടേക്കാം. എങ്കിലും നമുക്ക് തൃപ്തിയാകും വണ്ണം കൃത്യമായൊരു തീരുമാനം എടുക്കാൻ വേണ്ടി കർത്താവെ എന്നെ കുറിച്ചുള്ള ഹിതം ഇതാണോ എന്ന് തിരിച്ചറിയണമെങ്കിൽ എന്ത് സംഭവിക്കണം? കേൾക്കുന്ന വചനത്തിന് അനുസരിച്ച്, അല്ലേ, മുഴുവനല്ലോ, കുറേശ്ശേലേക്ക് കേൾക്കുന്നതനുസരിച്ച് എന്ത് ചെയ്യുക? മനസ്സ് പുതുക്കുക. ഇന്ന് ഈ ക്യാമ്പിൽ കേൾക്കുന്ന വചനം അനുസരിച്ച് എന്ത് ചെയ്യാം? മനസ്സ് പുതുക്കുക. അടുത്ത ബൈബിൾ ക്ലാസ് കേൾക്കാൻ പോകുന്നവനും കേൾക്കുമ്പോൾ എന്ത് ചെയ്യുക? അപ്പോൾ മനസ്സ് പുതുക്കുക. വീണ്ടും അടുത്ത ക്യാമ്പിൽ കേൾക്കുമ്പോൾ എന്ത് ചെയ്യുക? ഓരോ പ്രാവശ്യം പുതുക്കിക്കൊണ്ടേ ഇരിക്കുന്ന മനുഷ്യന് ദൈവത്തിന്റെ പെർഫെക്റ്റ് വിൽ, പൂർണ്ണതയുള്ള പെർഫെക്റ്റ് വിൽ അല്ലെങ്കിൽ സ്പെസിഫിക് വിൽ ഓഫ് ഗോഡ്, ദൈവത്തിന് എന്നെ കുറിച്ചുള്ള നിങ്ങളെ കുറിച്ചുള്ള വ്യക്തമായിരിക്കുന്ന ദൈവത്തിന്റെ ഹിതം തിരിച്ചറിയത്തക്ക നിലയിൽ നമ്മുടെ ഹൃദയത്തെ അത് പാകമാക്കും, നമ്മുടെ ഹൃദയത്തെ അത് പരിവർത്തനം ചെയ്യും. എനിക്ക് ഇങ്ങനെ പറയാറുണ്ട്, ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന, രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്ന, പുതുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, പുതുക്കിക്കൊണ്ടിരിക്കുന്ന ഹൃദയത്തിന് മാത്രമേ ദൈവത്തിന്റെ മൃദുസ്വരത്തെ കേൾക്കാൻ കഴിയുള്ളൂ. ചില സമയത്ത് ഒരു ഒച്ചയിൽ സംസാരിക്കില്ല, മന്ദമായ സ്വരത്തിൽ. അത് കേൾക്കണമെങ്കിൽ ഹൃദയം വളരെ സെൻസിറ്റീവ് ആയിരിക്കണം, വളരെ സെൻസിറ്റീവ്. പണ്ടത്തെ വലിയ ലോറികളൊക്കെ നിർത്തിയിട്ടാൽ പിന്നെ തിരിക്കാൻ പറ്റില്ല, അല്ലെ? പണ്ടത്തെ ലോറികൾ, ഇപ്പോഴത്തെ ലോറിയെല്ലാം പിന്നെ എന്താണ്, താക്കോലിട്ട് കഴിഞ്ഞാൽ എന്താവും? ഹൈഡ്രോളിക് സിസ്റ്റം ആണല്ലോ. പഴയ ലോറികൾ അങ്ങനെയല്ല, നിർത്തിയിട്ടാൽ പിന്നെ ചെറിയ പിള്ളേരെ തിരിയൊന്നും അനങ്ങില്ല. പക്ഷെ ആ ലോറിയും ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കൊച്ചു പിടിച്ച് തിരിച്ചാലോ ആ ദിശയിലേക്ക് തിരിയും എന്ന് പറയുമ്പോഴാണ് നിരന്തരം കേൾക്കുന്ന വചനത്തിനനുസരിച്ച് മനസ്സ് പുതുക്കുന്ന വ്യക്തികൾ, അവർക്ക് ദൈവം ഓരോ ടേണിംഗ് പോയിന്റിലും
തിരിയേണ്ട വശത്തെക്കുറിച്ച്, തിരഞ്ഞെടുക്കേണ്ട തീരുമാനത്തെക്കുറിച്ച് തങ്ങളുടെ ഹൃദയത്തിൽ കൃത്യമായിരിക്കുന്ന വ്യക്തമായിരിക്കുന്ന ബോധ്യങ്ങൾ നൽകും. എന്താ ചെയ്യേണ്ടത്? കേൾക്കുന്ന ദൈവവചനത്തിനനുസരിച്ച് മനസ്സ് പുതുക്കിക്കൊണ്ടിരുന്നാൽ പെർഫെക്റ്റ് വിൽ ഓർ സ്പെസിഫിക് വിൽ ഓഫ് ഗോഡ് നമുക്ക് തിരിച്ചറിയാൻ അത് തക്കവണ്ണം നമ്മൾ പാകമാകും. അത്രത്തോളം സാധ്യത, അത്രത്തോളം വലിയ രൂപാന്തരം ദൈവത്തിന്റെ വചനത്തിൽ വരുത്താൻ സാധിക്കും എന്ന് മനസ്സിലാക്കുക. നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് വചനം വരുത്തുന്ന രൂപാന്തരം, അതിന്റെ സാധ്യതയിലേക്ക് ചേക്കട്ടെ. തീർച്ചയായിട്ടും ശ്രദ്ധയോടെ താല്പര്യത്തോടെ വചനം കേൾക്കുകയും ഹൃദയത്തെ കഠിനമാക്കാതെ മനുഷ്യന്റെ വചനമായിട്ടല്ല, സാക്ഷാൽ ആകുന്നത് പോലെ ദൈവത്തിന്റെ വചനമായിട്ട് കൈക്കൊണ്ട് അനുസരണം കാണിക്കുമ്പോൾ നമ്മൾ രൂപാന്തരം സംഭവിക്കാൻ ആരംഭിക്കും. എവിടെ വരെ? ഒരു മനുഷ്യനെ തികഞ്ഞവനാക്കുന്നവരെ. ഞാനൊരു കഥ പറഞ്ഞ് അവസാനിപ്പിക്കാം. ജോൺ ന്യൂട്ടൺ എന്ന് പറയുന്ന ആളെ കേട്ടിട്ടുണ്ടോ? ജോൺ ന്യൂട്ടൺ അമേസിംഗ് ഗ്രേസ് എന്ന് പറയുന്ന പാട്ട് എഴുതിയ പ്രസിദ്ധനായിരിക്കുന്ന ദൈവത്തിന്റെ ദാസനാണ്. ഒരുപാട് പാട്ട് എഴുതുന്നത്, അതാണ് ഒരു പക്ഷേ ഏറ്റവും ഫേമസ്. അപ്പൊ അദ്ദേഹം ഒരു അടിമ കച്ചവടക്കാരനാണ്. അടിമ കച്ചവടം എന്ന് പറഞ്ഞാൽ ആഫ്രിക്കയിൽ നിന്നും അടിമകളെ വേട്ടയാടി പിടിച്ച് കപ്പലിൽ അങ്ങനെ തടവറയിലിട്ട് കൊണ്ടുവന്ന് ഇംഗ്ലണ്ടിൽ കൊണ്ടുവന്ന് വിൽക്കുന്ന, വളരെ ക്രൂരമായിരിക്കുന്ന, മോശമായിരിക്കുന്ന ട്രേഡ് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ്. അത് മാത്രമല്ല, അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു സാക്ഷ്യം, താൻ രക്ഷിക്കപ്പെട്ട ശേഷം പറഞ്ഞ സാക്ഷ്യങ്ങളാണ്, ഞാൻ അന്ന് ദൈവവിശ്വാസം അശേഷമില്ലാത്ത മനുഷ്യനായിരുന്നു. വെറും താന്തോന്നി, എന്ത് ചെയ്യണമെന്ന് പ്രത്യേകിച്ച് മുൻകൂട്ടി പറയാം, അത്രമാത്രം താന്തോന്നിയായിരുന്നു. മാത്രമല്ല, ദൈവത്തെ ദുഷിക്കുന്ന ഒരു തമാശ പോലെ കണക്കാക്കിയ ആളായിരുന്നു. അത് മാത്രമല്ല, അങ്ങനെ നിർത്താതെ മദ്യപിക്കുന്ന വ്യക്തിയായിരുന്നു. മാത്രമല്ല, ദുർനടപ്പുകാരൻ. താൻ പിടിച്ചുകൊണ്ടുന്ന അടിമകളെ പോലും ഉപയോഗിക്കുന്നതിൽ വളരെ മോശമായിട്ട് ജീവിച്ച വ്യക്തിയായിരുന്നു. ആ മനുഷ്യൻ ഒരിക്കലും ഒരു കപ്പൽ അപകടത്തിന്റെ വക്കീൽ വെച്ച് താൻ മാനസാന്തരപ്പെട്ടു. കാരണം ഇങ്ങനെ ഇംഗ്ലണ്ടിലേക്ക് വരുന്ന വഴിക്ക് ഒരു കപ്പൽ അപകടം സംഭവിച്ചു, തന്റെ കപ്പൽ. അങ്ങനെ അപ്പോൾ ആ സമയത്ത് താൻ പെട്ടെന്ന് അനുദപിച്ചു, മാനസാന്തരപ്പെട്ട് അദ്ദേഹം വീണ്ടും തുടരുകയാണ്. കുറച്ചു കാലം കൂടെ അദ്ദേഹം അടിമക്കച്ചവടം തുടർന്നു കേട്ടോ. പക്ഷേ തന്റെ കാഴ്ചപ്പാടെല്ലാം മാറി. മുമ്പ് അടിമകളോട് വളരെ ക്രൂരമായി മോശമായി പെരുമാറ്റിക്കൊണ്ട അദ്ദേഹത്തിന് ഇപ്പൊ അടിമകളോട് അനുകമ്പയൊക്കെ ആരംഭിച്ചു. ഒരു മനുഷ്യരാണ് തോന്നലൊക്കെ വന്നു. കുറച്ചു കാലത്തിനപ്പുറത്തേക്ക് തുടരാൻ പറ്റില്ല. ആ പരിപാടി അദ്ദേഹം ക്ലോസ് ചെയ്ത് വേറൊരു ജോലിക്ക് പോയി. അങ്ങനെ വേറൊരു ജോലിക്ക് പോയ സമയത്ത് തന്റെ ഒഴിവ് സമയങ്ങൾ അദ്ദേഹം ബൈബിൾ വായിക്കാൻ ആരംഭിച്ചു. ബൈബിൾ വായിക്കാൻ മാത്രമല്ല, അദ്ദേഹം ബൈബിൾ സംബന്ധമായി പുസ്തകങ്ങൾ വായിക്കാൻ ആരംഭിച്ചു. മാത്രമല്ല, ഗ്രീക്കും ഹീബ്രു ഒക്കെ പഠിക്കാൻ അദ്ദേഹം സമയമെടുത്തു. അങ്ങനെ എന്ന് പറഞ്ഞാൽ ദൈവത്തിനെ കേൾക്കാനും പഠിക്കാനും ഒക്കെ അദ്ദേഹം അങ്ങനെ സമയമെടുത്തു. അങ്ങനെ വന്ന് അദ്ദേഹം ആരായി തീർന്നു ചോദിച്ചാൽ, അദ്ദേഹം ആംഗ്ലിക്കൻ ചർച്ചിന്റെ വളരെ അറിയപ്പെടുന്ന ഒരു പ്രീസ്റ്റ് അല്ലെങ്കിൽ ഒരു ശുശ്രൂഷകനായി താൻ മാറി. എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ ഏറ്റവും വെറുക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്ന, അങ്ങേയറ്റം ദൂഷകനായിരുന്ന, പാപിയായിരുന്ന, നികൃഷ്ടനായിരിക്കുന്ന, ദുഷ്ടനായിരുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം മാനസാന്തരപ്പെട്ട് ദൈവത്തിന്റെ സാക്ഷിയായി മാത്രമല്ല ദൈവജനത്തിന് മുമ്പാകെ മാതൃകയായി നിന്ന് ജീവിച്ച് ദൈവത്തിനോരം പ്രസംഗിച്ച് അനേകരെ നടത്തുന്ന ഒരു വ്യക്തിയായിട്ട് മാറി. അദ്ദേഹം വിൽബർ ഫോഴ്സ് എന്ന് പറഞ്ഞ ആളെ അറിയല്ലേ? ഇംഗ്ലണ്ടിലെ അടിമ കച്ചവടം നിർത്തലാക്കിയ ഒഫീഷ്യലാണ്. അദ്ദേഹത്തിന്റെ ഒരു സഹായാത്തിൽ അദ്ദേഹത്തെ സഹായിച്ച ഒരു വ്യക്തി. പറഞ്ഞാൽ തന്റെ ഉള്ളിൽ വന്ന രൂപാന്തരം അടിമക്കച്ചവടത്തോട് ഒരു വെറുപ്പൊന്നും മാത്രമല്ല, ആ പരിപാടി അവസാനിപ്പിക്കാൻ തക്കോണം മുൻകൈ എടുക്കുന്ന ഒരു കൂട്ടത്തിൽ അദ്ദേഹം ആയിത്തീർന്നു. ഞാൻ എത്രത്തോളം ഒരു മനുഷ്യ വ്യത്യാസം വരാൻ സാധിക്കും. ഏറ്റവും അധമഭാവിയായിരുന്ന ന്യൂട്ടൺ എന്ന് പറയുന്ന മനുഷ്യനെ മാനസാന്തരപ്പെടുത്തി ദൈവത്തിന് വളരെ ഉപയോഗമുള്ള ഒരു പാത്രമാക്കി മാറ്റത്തക്ക നിലയിൽ ദൈവത്തിന് വരം തന്നെ അങ്ങനെ ക്രമമായി രൂപാന്തരപ്പെടുത്തി എന്നുള്ളത് ദൈവവചനത്തിന്റെ രൂപാന്തര ശക്തിയുടെ ഒരു നേർ സാക്ഷ്യമാണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. എന്ന് വചനം കേട്ടാൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ തീർച്ചയായിട്ടും ഇതിനോടകം കുറച്ച് രൂപാന്തരം വന്നിട്ടുണ്ടാകാം. എന്നാൽ ഈ ക്യാമ്പിലൂടെ നമ്മൾ ഇനി വചനം കേൾക്കാൻ പോയല്ലേ, നമ്മൾ കേട്ടപോലെ ഒരുക്കപ്പെട്ട ഹൃദയത്തോടെ, ഹൃദയം കഠിനമാക്കാതെ, കർത്താവ് അരുളി ചെയ്യണമേ, ഞാൻ കേൾക്കാം, ഞാൻ അനുസരിക്കാം എന്ന് മനോഭാവത്തിൽ കേൾക്കുന്നുവെങ്കിൽ ഇന്ന് മുതൽ ആരംഭിക്കുന്ന ക്യാമ്പിലെ വചനങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ മാനസാന്തരത്തിന്റെ മേഖലയിൽ രൂപാന്തരം കുറച്ചുകൂടെ മുന്നോട്ട് പോകാൻ സഹായിക്കും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു, ആശംസിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ.